Good evening, all. ഇന്നലെ നമ്മൾ മെമ്മറി ഹൈറാർക്കിയുടെ ബിഗിനിങ് അല്ലേ അത് തുടങ്ങി വെച്ചായിരുന്നു. അപ്പോൾ പ്രൈമറി മെമ്മറി നമ്മൾ ഹൈറാർക്കി ജസ്റ്റ് എന്നാന്ന് പറഞ്ഞു റേഡ് സിസ്റ്റം വരെ നമ്മൾ സംസാരിച്ചിരുന്നു. രജിസ്റ്റേഴ്സ്, ക്യാഷ് മെമ്മറി ഓർ ക്യാഷിയർ മെമ്മറി രണ്ടും പറയാറുണ്ട്. പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി, അങ്ങനെയാണ് അത് ഹൈറാർക്കി പോയത്. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ സ്പീഡ് മെമ്മറിയിൽ ക്യാഷ് മെമ്മറിയുടെ കേസിലാണ്. ക്യാഷ് മെമ്മറിയുടെ അല്ലെങ്കിൽ ക്യാഷ് മെമ്മറിയിൽ ഡേറ്റ ആഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഏത് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ക്യാഷ് മെമ്മറി പറയുന്നതിന് മുമ്പ് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് കയറി പറഞ്ഞേക്കും. അപ്പം നമ്മൾ സ്റ്റാറ്റിക് റാംസും ഡൈനാമിക് റാംസും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സ്റ്റാറ്റിക് റാമിൻ്റെ അല്ലെങ്കിൽ ഈ ക്യാഷ് മെമ്മറിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഹൈ സ്പീഡാണ്, വെരി ഫാസ്റ്റ് ആണ് കമ്പയറിങ് ടു പ്രൈമറി മെമ്മറി ആയിട്ട് കമ്പയർ ചെയ്ത്. അതായത് നമ്മൾ ഇന്റേണൽ രജിസ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഏതാണ്ട് ഇന്റേണൽ രജിസ്റ്റേഴ്സിന്റെ അത്രയും തന്നെ ഫാസ്റ്റർ ആണ് ക്യാഷ് മെമ്മറി. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. ഇതിന്റെ സൈസ് വളരെ ലെസ് ആയിരിക്കും, ലെസ് ഇൻ സൈസ്. അപ്പം നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡേറ്റ മാത്രമേ നമ്മൾ ക്യാഷ് മെമ്മറിയിൽ എടുത്തു വെക്കുകയുള്ളൂ. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആൽഗോരിതം അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് ഏത് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പം നോർമൽ കേസിൽ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പലതവണ ഒരു പ്രോഗ്രാമിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഒന്നിലധികം തവണ കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം ഒരു അസംഷനിലെത്തും ഈ കോഡുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് along with some other codes nearby the code. Okay, so the codes that are called frequently along with some other codes nearby the code are loaded from primary memory to cache memory, and this concept is known as locality of reference. ചില കോഡുകളും അതിൻ്റെ ചുറ്റുമുള്ള കോഡുകളും എപ്പോഴും വിളിക്കാൻ ചാൻസ് ഉള്ളതിനാൽ അതിനെ നമ്മൾ എപ്പോഴും എവിടെ വയ്ക്കും? ക്യാഷ് മെമ്മറിയിൽ കൊണ്ടുവയ്ക്കും. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ, നമ്മൾ വീട്ടിലൊക്കെ സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ റൂമിൽ നമ്മൾ റെഗുലർ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെയിലി യൂസിന് യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ നമ്മൾ എവിടെയായിരിക്കും സേവ് ചെയ്ത് വയ്ക്കുക? നല്ല അലമാരിക്കകത്തൊക്കെ പൂട്ടി തേച്ചെടുത്ത് വയ്ക്കുമോ? ഇല്ലല്ലോ. അത് എപ്പോഴും അല്ലെ 3-4 ജോഡി എപ്പോഴും നമ്മുടെ ഹാൻഡ്സ് ഡിസ്റ്റൻസിൽ നമ്മൾ കീപ്പ് ചെയ്ത് വെക്കും. അത് എപ്പോഴും നമ്മൾ എല്ലാ ദിവസവും നമ്മൾ മാറി മാറി ഉപയോഗിക്കുന്ന ഒരു ഡ്രസ്സാണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പാകത്തിന് ഉപയോഗിക്കാൻ പാകത്തിന് എളുപ്പം കിട്ടാവുന്ന പോലെ നമ്മൾ വെച്ചേക്കും. ഫ്രീക്വന്റ് യൂസ് ആണ്. അതിനെ നമ്മൾ ആ ഒരു കൺസെപ്റ്റാണ് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം നടക്കും, അപ്പോൾ BCAയുടെ എക്സാം ആണ്. അപ്പൊ ഇന്നല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബുക്ക്, നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ ഇരിക്കുന്ന ബുക്ക് ഏതായിരിക്കും? കമ്പ്യൂട്ടർ ഓർഗനൈസേഷന്റെ ബ്ലോഗ്സ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങൾ എടുക്കുവാണ്. ഇപ്പൊ കറന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സും അതിന്റെയാണ്. അപ്പൊ അത് നമ്മൾ കീപ്പ് ചെയ്യും. ഈ സെയിം കൺസെപ്റ്റ് നമ്മൾ മെമ്മറിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്ന് പറയാം. അപ്പം നോക്കുക, for a specific time period, the processor tends to make memory references closed to each other to access the same memory address again and again. And the earlier type is known as spatial locality, and it is locality specifies if data item accessed, then data item stored in a nearby location to the item is just accessed, may be accessed in future, maybe. അപ്പം ഇപ്പോൾ കുറച്ച് ഡേറ്റ ഫ്രീക്വൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചുറ്റിനുമുള്ള ഡേറ്റ ആക്സസ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിനെയും കൂടെ കൂട്ടി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. അതിനെയാണ് നമ്മൾ പറയുന്നത് ഏത്? സ്പേഷ്യൽ ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. ദെൻ ദ അനദർ ടൈപ്പ് ഓഫ് ലൊക്കാലിറ്റി ഈസ് ദ ടെമ്പറൽ
locality. If the data item is accessed or referenced at a particular time, then the same data is expected to be accessed for some time in near future. അതായത് തൊട്ട് മുമ്പ് ഇപ്പം നമ്മളൊരു ബാങ്കിങ് സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം ഡിപ്പോസിറ്റ് മെത്തേഡ് ഉണ്ട്. ഒരു മെത്തേഡ് ദറ്റ് ഈസ് യൂസ്ഡ് ടു ഹാൻഡിൽ ദ ഡിപ്പോസിറ്റ് ഫംഗ്ഷൻ ഓർ ദ മെത്തേഡ് യൂസ്ഡ് ടു ഹാൻഡിൽ ദ വിഡ്രോവൽ ഫംഗ്ഷൻ. അതൊക്കെ ആ ബാങ്കിങ് സോഫ്റ്റ്വെയറിൽ നമ്മൾ കോമൺ ആയിട്ട് കോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് കോൾ ചെയ്താൽ നമുക്കറിയാം നിയർ ബൈ ഫ്യൂച്ചറിൽ വീണ്ടും അത് നമ്മൾ കോൾ ചെയ്യും. അപ്പൊ ആ ഒരു സെറ്റ് ഓഫ് കോഡിനെ മാത്രം നമ്മൾ എടുത്ത് സൂക്ഷിച്ചു വെക്കും. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ടെമ്പറൽ ലൊക്കാലിറ്റി എന്ന് പറയും. അനദർ ടൈപ്പ് ഓഫ് റെഫറൻസിനെയാണ് നമ്മൾ ഏത് പറയാ, ടെമ്പറൽ. അപ്പൊ രണ്ടെണ്ണം ഉണ്ട്, സ്പേഷ്യലും ടെമ്പറലും. കൺസെപ്റ്റ് സെയിം തന്നെ, എമൗണ്ട് ഓഫ് ഡേറ്റയിലാണ് വ്യത്യാസം വരും. ഒരു കോഡൊക്കെ വെച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സി കോഡാണ് കേട്ടോ, സി ലാംഗ്വേജ് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന കോഡാണ്. ഇത് യൂസ് ചെയ്യുന്ന മെമ്മറിയാണ് ഏത്, ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. Cache memory is a very high speed, expensive memory compared to the main memory, and its access time is closer to the processing speed of the processor. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു എന്തിനാണ് ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ മെയിൻ മെമ്മറിയുടെ സി പി യുവിന്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സി പി യുവിന്റെ സ്പീഡ് കൂടുന്ന സമയത്ത് നമുക്ക് വേണ്ടുന്ന ഡേറ്റയെ നമ്മൾ എടുത്തു വെക്കുന്ന ഒരു കൺസെപ്റ്റാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുക. ഈ ക്യാഷ് മെമ്മറിയിൽ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് വെച്ച് ഡേറ്റ എടുത്ത് വെക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ഈ സി പി യുവിന് ഒരു ക്യാഷ് മെമ്മറി പ്രസന്റ് ആയിട്ടുള്ള കാര്യം അറിയില്ല. സി പി യു നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ മെയിൻ മെമ്മറിയിൽ ഉള്ള ലൊക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ അഡ്രസ് ആയിരിക്കും. പക്ഷെ മെയിൻ മെമ്മറി കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മുടെ വീട് പണിയൊക്കെ നമ്മൾ അപ്സ്റ്റെയർ ഇപ്പം ഗ്രൗണ്ട് ഫ്ലോർ പണിതു, നമ്മൾ താമസമൊക്കെ തുടങ്ങി അപ്സ്റ്റെയർ പണിയാൻ നമ്മൾ തീരുമാനിച്ചു. അപ്പൊ അതിന്റെ മേളിലാണ് പണി നടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഇഷ്ടികയും കുറച്ച് കോൺക്രീറ്റ് ചെയ്യാനുള്ള മിക്സ് ചെയ്യാനുള്ള സാധനങ്ങളും വെള്ളവും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവിടെ നമ്മൾ സെറ്റ് ചെയ്യും അല്ലെ. കാരണം എന്ന് വെച്ചാൽ ഈ മേസ്ത്രിക്ക് പെട്ടെന്ന് ഇഷ്ടിക എടുത്ത് കെട്ടാൻ പറ്റണം, അതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. അപ്പൊ അത് ക്യാഷ് മെമ്മറിയാണ്. പക്ഷെ നമ്മൾ താഴെ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ മുറ്റത്തിറക്കി വെച്ചിരിക്കുന്ന സിമെന്റോ അല്ലെങ്കിൽ മണലോ അല്ലെങ്കിൽ ഇഷ്ടികയോ ഒക്കെ നിങ്ങളുടെ മെയിൻ മെമ്മറിയാണ്. മനസ്സിലായോ? ഗോഡൌണിൽ ഇരിക്കുന്ന സംഭവമാണ്. ഗോഡൌണിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ ഈ മെറ്റീരിയൽസ് ഒക്കെ വിൽക്കുന്ന കടകളിൽ ഇരിക്കുന്ന സംഭവത്തിന് നമുക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സെക്കൻഡറി മെമ്മറി ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പൊ സെക്കൻഡറി മെമ്മറിയിൽ ഇരുന്നിട്ട് ഒരു കാര്യമില്ല, അവിടുന്ന് നമ്മുടെ വീടിന്റെ മുറ്റത്ത് വരണം. വീടിന്റെ മുറ്റത്ത് നിന്ന് അത് ടോപ്പ് ഫ്ലോറിൽ പോയാൽ മാത്രമേ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മേക്കാട് നിൽക്കുന്ന ആള് സ്റ്റെപ്പ് ഇറങ്ങി ഒരു ഇഷ്ടിക കൊണ്ട് കൊടുത്തു, അത് വെച്ച് കെട്ടി, പിന്നെ രണ്ടാമത്തെ കൊണ്ട് കൊടുത്തു. അത് ടൈം കൺസ്യൂമിങ് ആണ്. എന്ന് വെച്ചാൽ നമ്മളെ മേസ്ത്രിക്ക് കൂടുതൽ ചാർജ് കൊടുക്കുന്നു, അയാളെ നമ്മൾ എന്ത് ചെയ്യാണ്, ഐഡിലാക്കി വെക്കുക. അതായത് മാക്സിമം യൂട്ടിലൈസേഷൻ അവിടെ വരുന്നില്ല. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അതുപോലെ തന്നെ സി പി യു ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണ് അല്ലെ. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്, അതിന്റെ അകത്ത് പല റിസോഴ്സസ് ഉണ്ട്. ബസ് ഒരു റിസോഴ്സ് ആണ്, മെമ്മറി ഒരു റിസോഴ്സ് ആണ്, സി പി യു ഒരു റിസോഴ്സ് ആണ് അല്ലെ. അപ്പൊ സി പി യു എന്ന് പറയുന്ന റിസോഴ്സിനെ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാഷ് മെമ്മറി, ക്യാഷ് ഓർ ക്യാഷേ മെമ്മറി, ക്യാഷി മെമ്മറി എന്നൊക്കെ പറയുന്നുണ്ട്. ക്യാഷേ ആണ്, ക്യാഷും ആണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. അപ്പൊ ഇവിടെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു ക്യാഷ് മെമ്മറിയുടെ പ്രസൻസ് സി പി യുവിന് അറിയില്ല. അപ്പൊ സി പി യു ശരിക്കും ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നത് മെയിൻ മെമ്മറിയിലാണ്. അങ്ങനെ റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ആ കറസ്പോണ്ടിങ് ഡേറ്റ ക്യാഷ് മെമ്മറിയിൽ ഫൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ, ക്യാഷ് മെമ്മറിയിൽ ഫൗണ്ട് ചെയ്തു, നിങ്ങൾക്ക് അതിനെ ഫൗണ്ട് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒരു ഹിറ്റ് എന്നാണ് പറയുന്നത്. അതിനെ ഒരു ഹിറ്റ് എന്ന് പറയും. ഹിറ്റ് എന്ന് പറഞ്ഞു. പിന്നെ ഇഫ് ഈ റിക്വസ്റ്റഡ് ഐറ്റം ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ദ ക്യാഷ്. ശരിക്കും പറഞ്ഞാൽ സി പി യു പറയുവാണ് ഒരു പർട്ടിക്കുലർ ഡേറ്റ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പൊ മെമ്മറി, മെയിൻ മെമ്മറി ക്യാഷ് മെമ്മറിയുടെ റെഫറൻസ് അഡ്രസ്സ് കൊടുത്തു, അതിന് ക്യാഷ് മെമ്മറിയിൽ അതില്ല എന്നുണ്ടെങ്കിൽ ഒരു മിസ് ഒക്കർ ചെയ്തു എന്ന് പറഞ്ഞു. ഹിറ്റാണ് ഒക്കർ ചെയ്യുന്നെങ്കിൽ ഒരു പ്രശ്നമില്ല, കാര്യം പെട്ടെന്ന് നടക്കും. പക്ഷെ മിസ്സാണ് ഒക്കർ ചെയ്യുന്നെങ്കിൽ എന്ത് വേണം, വീണ്ടും അത് പ്രൈമറി മെമ്മറിയിൽ പോയിട്ട് സെർച്ച് ചെയ്യണം.
സെർച്ച് ചെയ്തിട്ട് അതിന് CPU-വിന് കൊടുക്കണം. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഹാസ് ടു ബി സ്റ്റോർഡ് ഇൻ ദ ക്യാഷ് മെമ്മറി. ഉണ്ടോ? അതിനെ എന്ത് ചെയ്യണം? ക്യാഷ് മെമ്മറിയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യണം. ഓക്കെ, സോ CPU-ന് ക്യാഷ് മെമ്മറി ഉണ്ട്. സോ ഇതാണ് ക്യാഷ് ഹിറ്റ് എന്നും ക്യാഷ് മിസ് എന്നും പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഹിറ്റ് റേഷ്യോ എന്നൊക്കെ പറഞ്ഞ ഒരു ടേം നമ്മളിവിടെ ഒരു മെഷർ നമ്മളിവിടെ എടുക്കാറുണ്ട്. അതായത് എത്ര എമൗണ്ട് ഓഫ് ഡേറ്റയെ നമുക്കിപ്പോൾ അതായത് എത്ര റിക്വസ്റ്റ് വന്നു, അതിൽ എത്ര പെർസെൻറ്റേജ് മിസ് ഒക്കർ ചെയ്തു, എത്ര പെർസെൻറ്റേജ് ഹിറ്റ് ഒക്കർ ചെയ്തു എന്നുള്ളതാണ്. The average access time for any data item reduced significantly by using the cache then without using cache. അപ്പൊ നിങ്ങൾ ക്യാഷ് വെക്കുന്നതും ക്യാഷ് വെക്കാതെ യൂസ് ചെയ്യുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് കിട്ടാത്ത ആൾക്കാർ, BCA-കാരാണ് ഞാൻ പറയുന്നത്. MC ആണെങ്കിൽ അവർ BCA കഴിഞ്ഞാൽ വരും. അപ്പൊ അങ്ങനെ കിട്ടാത്ത ആൾക്കാർ ആ നമ്മളുടെ സെക്കൻഡ് ഫ്ലോർ പണിയുന്ന എക്സാമ്പിൾ ഒന്ന് നോക്കുക. നമ്മൾ ക്യാഷ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ കുറെ ഇഷ്ടികയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് നമ്മൾ അപ്സ്റ്റെയറിൽ ഫ്ലോറിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. അവിടെ നിന്നുകൊണ്ട് നമ്മൾ മേസ്തിരിക്ക് മൈക്കാട് പെട്ടെന്ന് തന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു. ക്യാഷ് ഇല്ലാത്ത കേസ് എന്ന് പറഞ്ഞാൽ താഴെ ഇറങ്ങി വന്ന ഓരോ പ്രാവശ്യവും 2 or 3 കട്ട എടുത്തുകൊണ്ട് മേളിൽ വെക്കുന്നു. അപ്പൊ ആ കട്ട എടുത്ത് വെക്കുമ്പോഴായിരിക്കും അയാൾ കോൺക്രീറ്റ് ചോദിക്കുക. കോൺക്രീറ്റ് എടുക്കാനായിട്ട് മൈക്കാട് പോകുമ്പോഴായിരിക്കും അത് കൂട്ടിയ സാധനം തീർന്നു പോയി എന്നറിയുക. അത് കൂട്ടാൻ തുടങ്ങുമ്പോഴായിരിക്കും വെള്ളം ഇല്ലെന്നറിയുക. ആകെ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മേസ്തിരി ചുമ്മാതിരിക്കും കുറെ നേരം. ഇവിടെ CPU ഐഡിലായി പോകും. അത് പെർഫോമൻസിനെ ബാധിക്കും. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇവരിവിടെ പറഞ്ഞിട്ടുള്ളത്. വിത്തൗട്ട് ക്യാഷ് എന്ന് പറയുമ്പോഴത്തേനും 5 × 200 1000 നാനോ സെക്കൻഡ് ആണ് എടുക്കുന്നത്. ഇവിടെ വിത്ത് ക്യാഷ് ആണെങ്കിൽ അത് 300 നാനോ സെക്കൻഡ് മാത്രം എടുക്കുന്നത്. ഇപ്പൊ നാനോ സെക്കൻഡ് പോലും ഒരു മെമ്മറി ആക്സസിന് ഇല്ല കേട്ടോ. കാരണം നമ്മളുടെ പ്രോസസ്സറൊക്കെ അതിലും ഫാസ്റ്റ് ആയിപ്പോയി. ഇപ്പൊ പിക്കോ സെക്കൻഡിലൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ, ഇവിടെയും അവർ പറയുന്നുണ്ട്, if the data item will not be present in the cache called as cache miss and the requested item will be read from the main memory. അതൊരു പ്രാവശ്യം മെയിൻ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി there will be a chance to call it within the prescribed period of time. So it has to be stored into the ക്യാഷ് മെമ്മറി അല്ലേ. അപ്പൊ ക്യാഷ് മെമ്മറിയിൽ നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. അതാണ് നമ്മൾ യൂസ് ചെയ്ത് നിൽക്കുന്നത്. പ്രോബ്ലം ഒക്കെ നിങ്ങൾ പ്രോബ്ലം അല്ല, അത് ജസ്റ്റ് നോക്കിയാൽ മതി. ദെൻ ക്യാഷ് ഓർഗനൈസേഷൻ പറയുന്നുണ്ട്. ക്യാഷ് ഓർഗനൈസേഷന്റെ അകത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് CPU ഉണ്ട്, പിന്നെ ഇവിടെ മെയിൻ മെമ്മറിയും ഉണ്ട്. ആക്ച്വലി അവർ തമ്മിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇൻ ബിറ്റ്വീൻ ദാറ്റ് വി ആർ യൂസിങ് ദ ക്യാഷ് മെമ്മറി. ഇപ്പൊ ഹിറ്റ് റേഷ്യോ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് കൂടുതലാണ് അല്ലെ. ഹിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ എന്താ റിക്വസ്റ്റ് ചെയ്യുന്ന എലമെന്റ് അല്ലെങ്കിൽ ഡേറ്റ പെട്ടെന്ന് തന്നെ കിട്ടുക എന്നുള്ളത്. ഇഷ്യൂസ് ആയിട്ട് വരുന്നത് വാട്ട് ഷുഡ് ബി ദ സൈസ് ഓഫ് ദ ക്യാഷ് മെമ്മറി. അതൊരു വലിയ പ്രോബ്ലം ആണ്. നമ്മൾ സാധാരണ പണ്ടുള്ള മെഷീൻസിലൊക്കെ ലെവൽ 1ഉം ലെവൽ 2ഉം ക്യാഷ് ആയിരുന്നു വെച്ചിരുന്നത്. ഇപ്പോൾ ലെവൽ 3 ഉണ്ട്. അതിലും കൂടുതൽ പോയോ എന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയില്ല കേട്ടോ. കാരണം ഈ ഒരു AI വന്നതോടുകൂടി മെഷീൻസ് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയി. അപ്പൊ ഇനി L3 L4 അവർ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തില്ല, നോക്കണം. ക്യാഷ് ഈസ് ആൻ എക്സ്ട്രീംലി ഫാസ്റ്റ് ബട്ട് എക്സ്പെൻസീവ് മെമ്മറി. അപ്പൊ നമുക്ക് ചുമ്മാ എത്ര ക്യാഷ് നമ്മൾ ആഡ് ചെയ്യുന്നു പെർഫോമൻസ് കൂടും എന്ന് ബ്ലൈൻഡ് ആയിട്ട് അങ്ങ് പറയാനൊന്നും പറ്റത്തില്ല. അതിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്, അങ്ങോട്ടൊന്നും നമ്മളിപ്പോ പോകണ്ട. പക്ഷെ നമ്മളിപ്പോ ചിന്തിക്കേണ്ടത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ ഒരു മെഷീൻ കൊടുക്കാം അല്ലെ. ഇപ്പം സിസ്റ്റം നമ്മുടെ ഇപ്പൊ നമ്മളൊരു കാറ് വാങ്ങിക്കാൻ പോയി, ഭയങ്കര മൈലേജും ഭയങ്കര സ്പീഡും ഭയങ്കര ലക്ഷൂറിയസും ഒക്കെയാണ്. പക്ഷെ അത് വാങ്ങിക്കാൻ സാധാരണക്കാരന്റെ പൈസ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഉണ്ടാക്കിയവൻ കാറ് ഷോറൂമിൽ ഇടുവേ രക്ഷയുള്ളൂ. ഷോറൂമുകാരൻ പോലും ചിലപ്പോൾ അത് എടുക്കുമെന്ന് ഒരു ഓർഡർ വന്നാലല്ലേ ഇത് മാനുഫാക്ചർ ചെയ്യുള്ളൂ അല്ലേ. അപ്പൊ അതുപോലും നടക്കത്തില്ല. അപ്പൊ
നമ്മൾ എന്ത് ചെയ്യും അല്ലെ? നിങ്ങളൊക്കെ കാറൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരല്ലേ? നിങ്ങൾ അതൊക്കെ എപ്പോഴും നോക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെ? നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വല്ലവരും ഇതിൻ്റെ തൊണ്ടോ നാടിയോ നോക്കട്ടെ. 1 2 3 4 5 പഴയ 1 2 പേരേ ഉള്ളൂ. ഇന്ന് പുതുതായിട്ട് വന്ന ആരാണ്ടൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ നമുക്കറിയാം നമ്മൾ എങ്ങനെയാ ഒരു വണ്ടി സെലക്ട് ചെയ്യുക. നമുക്ക് അത്യാവശ്യം മൈലേജ് വേണം അല്ലെ? ഞാനൊരു ഓർഡിനറി മിഡിൽ ക്ലാസിന്റെ കാര്യമാണ്. മിഡിൽ ക്ലാസ്സിൽ ഇച്ചിരി താഴ്ന്നു നിൽക്കുന്ന ഒരാൾ ഒരു വണ്ടി എടുക്കാൻ പോയി അയാൾ എന്ത് ചെയ്യും എന്നുള്ളത് ഞാൻ പറയുന്നുള്ളൂ. അത്യാവശ്യം കാര്യം നടക്കണം, അത്യാവശ്യം സെക്യൂരിറ്റി വേണം, ഒരു മോഡറേറ്റ് മൈലേജ് വേണം, കണ്ട ഒരു ഇച്ചിരി ലുക്ക് വേണം അല്ലെ? അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നെഗോഷിയേറ്റ് ചെയ്യും. ഇവിടെയും ക്യാഷ് മെമ്മറിയുടെ കാര്യം അതാണ്. സംഭവം ഫാസ്റ്റ് ഒക്കെയാണ്, പക്ഷെ ഒരു പരിധി കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരന്റെ അക്സസിബിലിറ്റി മെഷീൻ കോസ്റ്റ് കൂടുന്നത് കൊണ്ട് നമ്മൾ പല സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസും ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇഫ് എ കമ്പ്യൂട്ടർ ഹാസ് 4 GB മെയിൻ മെമ്മറി then the size of cache is 1 MB. This is 4 GB. Here it is 1 MB. GB എന്ന് പറയുമ്പോഴത്തേനും 10⁻20 അല്ലേ? 20 ബൈറ്റ്സ് വരും. MB എന്ന് പറയുമ്പോൾ 10⁻10 മെഗാബൈറ്റ് വരും അല്ലേ? അപ്പൊ അതാണ് എൻ്റെ അത് വരും. Then what would be the block size? നമുക്ക് അറ്റ് എ ടൈം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ബ്ലോക്ക് ഓഫ് ഡേറ്റ എവിടെ നിന്ന് എങ്ങോട്ടെന്നുള്ളത് ഒന്ന് ക്യാഷ് ഇൻ ബിറ്റ്വീൻ ക്യാഷ് ആൻഡ് മെയിൻ മെമ്മറി. അതായത് ഒരു മിസ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഓഫ് എ സഡൻ നമുക്ക് എന്ത് ചെയ്യണം? We have to transfer that particular block from main memory to cache memory because there is an assumption that it should be called the nearest future. So how we transfer it, whether it is by bit or byte or block. Here it is block. എങ്ങനെയാണ് ഈ ബ്ലോക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്? അപ്പം ഈ ബ്ലോക്ക് സൈസ് പറയണം. ഈ ബ്ലോക്ക് സൈസ് പറയാനുള്ള ഒരു കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ നമ്മുടെ കയ്യിൽ ഇവിടെ ഇതിപ്പോ ക്യാഷ് ആണെന്ന് വിചാരിക്കാം. ഈ ക്യാഷിൽ എനിക്ക് 4 സെല്ലുകളാണ് ഉള്ളത്, അല്ലെ 4 ലൊക്കേഷനാണ്. ഈ 4 ലൊക്കേഷനും ഫിൽഡ് ആയിരിക്കും. അപ്പോഴാണ് ഇവിടെ നിന്ന് CPU ഇവിടെ ഇരിക്കുന്ന മെയിൻ മെമ്മറിയോട് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നത്. അല്ലോ, ഇങ്ങനെ റിക്വസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ അത് ഈ ക്യാഷിലില്ല. അപ്പൊ അത് മെയിൻ മെമ്മറിയിൽ ആർക്ക് കൊടുക്കും? CPU കൊടുക്കും. അറ്റ് ദ സെയിം ടൈം വി ഹാവ് ടു സ്റ്റോർ ഇറ്റ് ഇൻ ദ ക്യാഷ് മെമ്മറി. ദാറ്റ് ഇസ് ദ സിനാരിയോ. ഹൗ ഡു വി ഡു ഇറ്റ്? എങ്ങനെയായിരിക്കും നമ്മളത് ചെയ്യാം? അപ്പൊ ഒരു പ്രശ്നമുണ്ട്. there is some data that is stored in the cache memory that had never called by the machine. ഇത് കുറച്ച് നേരമായിട്ട് വലുതായിട്ട് റിക്വസ്റ്റ് ഒന്നും പോവാത്ത നമ്മൾ അതിനൊരു ടേം യൂസ് ചെയ്യും, ഏജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറെ നേരമായിട്ട് റെഫറൻസ് ഒന്നും കിട്ടാത്ത ഏതെങ്കിലും ഒരു ഡേറ്റ ബ്ലോക്കിനെ നമ്മൾ മാറ്റിയിട്ട് മേക്ക് റൂം ഫോർ ഓക്കുപൈയിങ് ദ ന്യൂ ഡേറ്റ ഓർ ദ കറന്റ് ഡേറ്റ. അങ്ങനെ ഒരു ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ പല ആൾക്കാരും ഉപയോഗിക്കാറുണ്ട്. അത് അവരിപ്പോൾ പറയും. An execution of the process continues. The processor requests a few new data items. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഒന്നുകിൽ ഏജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉടൻകാലത്തൊന്നും വിളിക്കാത്ത കുറെ ഡേറ്റ എവിടെ ഇരിപ്പുണ്ടാവും? ആ ഒരു ക്യാഷിൽ ഇരിപ്പുണ്ടാവും. നമ്മൾ വീട്ടിലൊക്കെ ഇത് ചെയ്യുന്നതല്ലേ? അപ്പം നിങ്ങളുടെ ഫസ്റ്റ് സെമ്മിലെ ബുക്ക് വല്ലോ ടെക്സ്റ്റ് ബുക്കോ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത ഷോർട്ട് നോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ അതൊക്കെ എവിടെ പോയിട്ടുണ്ടാവും? എടുത്ത് പ്രൈമറി മെമ്മറിയിലെ ബെർത്തിന്റെ മണ്ടയ്ക്കോ കബോർഡിനകത്തോ ഒക്കെ വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഉള്ളത് ഏത് മാത്രമായിരിക്കും? സെക്കൻഡ് സെമ്മിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിനെ സംബന്ധിച്ചുള്ള ഡേറ്റാസും ബുക്കുകളും മാത്രമായിരിക്കും നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ ഉണ്ടാവും. ആ സെയിം കേസാണ്. കുറെ നാളായിട്ട് ഫസ്റ്റ് സെം ഒന്നും നിങ്ങൾ എടുക്കുന്നേ ഇല്ല. അപ്പൊ നിങ്ങൾ അതൊക്കെ മാറ്റും അല്ലെ? അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ലൈബ്രറിയിൽ നിന്ന് ബുക്സ് എടുത്തിട്ടുണ്ടാവും വായിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പൊ അതൊന്നും വായിക്കേണ്ട നിങ്ങൾക്ക് സമയമില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ബുക്സിനെയൊക്കെ നിങ്ങളുടെ ടേബിളിൽ നിന്ന് മാറ്റും. ഈ സെയിം കൺസെപ്റ്റ് ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. When changes in blocks will be written back to the main memory. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ പറഞ്ഞു നമ്മളുടെ ക്യാഷിലും മെയിൻ മെമ്മറിയിലും ഈ സെയിം ഡേറ്റ ഇരിക്കുന്നത്. ക്യാഷിലും ഉണ്ട്, ക്യാഷിലിരിക്കുന്ന സെയിം ഡേറ്റ മെയിൻ മെമ്മറിയിലുണ്ട്. നമ്മളൊരു കോപ്പിയാണ് ക്യാഷിലേക്ക് എടുത്തു വെക്കുന്നത്. സോ സപ്പോസ് in cache x equal to 5 or x equal to 50.
the same x in main memory is also equal to 50, right? So suppose an operation is performed by the CPU and this 15 is changed to 60. Then what happened here is we have to change the 15 here to 60. At the same time, some operation performed by the CPU and the X in the cache memory is changed to 10. So we have to change the 16 to 10. That means there is 1-to-1 updation should be happen both in cache and main memory. It's quite easy to tell that we have to make parallel updation in both cache memory and main memory, but the technical problem is that it causes the wastage of CPU time because CPU has to be concentrate. It's not CPU, it's operating system. The OS has to concentrate on the updation of cache and main memory because normally when a program executes, what happened? The intermediate results. What is intermediate results? It's a results just before the final result. Like final ഔട്ട്പുട്ടിന് മുമ്പ് ഉണ്ടാവുന്ന ചേഞ്ചസ് ഉണ്ടാവും, ഇന്റർമീഡിയറ്റ് ചേഞ്ചസ് എന്ന് പറയാം, അല്ലെങ്കിൽ ചേഞ്ചസ് ഓർ ഔട്ട്പുട്ട്സ്. ഇതൊക്കെ ക്യാഷ് മെമ്മറിയിൽ വരുന്ന സമയത്ത് അതേ സമയത്ത് മെയിൻ മെമ്മറിയിൽ എഴുതാൻ പോയ പണിയാണ്. കാരണം അത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ബർഡൻ കൂട്ടത്തേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഫൈനൽ റിസൾട്ട്, അതായത് ഒരു സെഷൻ എൻഡ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് മെമ്മറിയും മെയിൻ മെമ്മറിയും തമ്മിലൊന്ന് കമ്പയർ ചെയ്യും. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം. ക്യാഷ് മെമ്മറിയും മെയിൻ മെമ്മറിയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തിട്ട് എവിടെയൊക്കെയാണോ മിസ്മാച്ച് ഉള്ളത്, ക്യാഷ് മെമ്മറിയിൽ ഏതൊക്കെ ഡേറ്റയാണോ അപ്ഡേറ്റ് ആയിരിക്കുന്നത് അത് മാത്രം മെയിൻ മെമ്മറിയിൽ അപ്ഡേറ്റ് ചെയ്യും. ഇപ്പൊ രണ്ട് രീതിയിലുള്ള അപ്ഡേഷൻ പോളിസി ഉണ്ട്. റൈറ്റ് ബാക്ക് ക്യാഷ്, റൈറ്റ് ത്രൂ ക്യാഷ്. ഇങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ പറയാറുണ്ട്. റൈറ്റ് ത്രൂ ക്യാഷ് ആണ് ഈ 1-to-1 അപ്ഡേഷൻ നടക്കുന്നത്. എപ്പോൾ എന്ത് ക്യാഷ് മെമ്മറി നടന്നാലും അതിന്റെ എല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് പ്രൈമറി മെമ്മറിയിൽ നടക്കും. അത് ടൈം കൺസ്യൂമിങ് ആണ്, ടെഡീഷ്യസ് ആണ്. റൈറ്റ് ബാക്ക് ആണെങ്കിൽ ലാസ്റ്റ് ചേഞ്ച് മാത്രം നമ്മൾ ചെയ്യും. പിന്നെ നമ്മൾക്ക് അവിടെ നമുക്കൊരു പ്രിവിലേജ് ഉള്ളത്, നമ്മൾ സാധാരണഗതിയിൽ ഡേറ്റയെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് പ്രൈമറി മെമ്മറിയിലുള്ള ഡേറ്റയെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്ലോക്കുകളായിട്ടാണ് ഡേറ്റയെ സാധാരണ റൈറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് മാത്രം എടുത്ത് റൈറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. അത് നമ്മൾ ഈ സ്ക്വയർ പ്രോം ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, ബിറ്റ് ബൈ ബിറ്റ് ചേഞ്ചസോ അല്ലെങ്കിൽ വേർഡ് ബൈ വേർഡ് ചേഞ്ചസോ ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കൊരു സെറ്റ് ഓഫ് ഡേറ്റ, ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റയെ മാത്രമേ എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് തന്നെ വലിയ പണിയാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റയെ റീറൈറ്റ് ചെയ്യണം എപ്പോഴും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അതായത് എപ്പോഴും ക്യാഷ് മെമ്മറിയിൽ ചേഞ്ചസ് വരുമ്പോൾ അതിനെല്ലാം മെയിൻ മെമ്മറിയിൽ കറസ്പോണ്ടിങ് ആയിട്ട്, ഇപ്പൊ എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ മാറുന്നുള്ളൂ എങ്കിലും അതിരിക്കുന്ന ബ്ലോക്ക് ചിലപ്പോൾ ഒരു 100 KB അല്ലെങ്കിൽ ഒരു 50 KB ഒക്കെ വരുന്ന ഒരു ബ്ലോക്ക് ആയിരിക്കും. ആ ബ്ലോക്ക് ഫുൾ അത് മാറ്റേണ്ടി വരും. അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് റൈറ്റ് ബൈ ക്യാഷ് ഉപയോഗിക്കാം. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, അതായത് നമ്മൾ നോർമലി ഇപ്പം കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അത് ഡേറ്റയാണോ സ്റ്റോർ ചെയ്യുന്നത്, അത് പ്രോഗ്രാം ആണോ സ്റ്റോർ ചെയ്യുന്നത്, ഇതൊന്നും സിസ്റ്റത്തിന് അറിയത്തില്ല. എല്ലാം കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ സിയിൽ ഒരു പ്രോഗ്രാം എഴുതി കൊടുത്താലും ഇതങ്ങോട്ട് കീൻ ചെയ്ത് സേവ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ പ്രോഗ്രാം ഫയൽ സേവ് ചെയ്യുമ്പോൾ ഇത് ഇതിൻ്റെ അകത്ത് പ്രോഗ്രാം ആണോ ഇരിക്കുന്നത്, ഇത് ഇതിൻ്റെ അകത്ത് ഡേറ്റയാണോ ഇരിക്കുന്നത്, ഇത് എവിടെ പോയി പിക്ക് ചെയ്യണം, ഇതൊന്നും സിസ്റ്റത്തിന് അറിയത്തില്ല. സിസ്റ്റത്തിന് അറിയില്ല എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിൽ മെമ്മറി യൂണിറ്റിന് ഇതിനെപ്പറ്റി യാതൊരു ഗ്രാഹ്യവും ഇല്ല. അത് ചുമ്മാ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് നിങ്ങളുടെ ടോട്ടൽ മെമ്മറിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മെമ്മറി ഉണ്ട്, ആ മെമ്മറിയെ നിങ്ങൾക്ക് ഡേറ്റ പാർട്ടെന്നും പ്രോഗ്രാം പാർട്ടെന്നും പറയാം. അപ്പൊ ഒരു ഗുണം എന്താന്ന് ചോദിച്ചാൽ കോഡ് അല്ലെങ്കിൽ പ്രോഗ്രാം അങ്ങനെ
സാധാരണഗതിയിൽ അപ്ഡേറ്റ് ചെയ്യാറില്ല അല്ലെ. ഡേറ്റയ്ക്ക് മാത്രമല്ലേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പ്രോസസ്സ് ചെയ്യുന്നത് ഡേറ്റയെ മാത്രം ആയതുകൊണ്ട് ഡേറ്റ പാർട്ട് മാത്രമേ എപ്പോഴും എന്ത് ചെയ്യത്തുള്ളൂ, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കത്തുള്ളൂ. അപ്പൊ ഡേറ്റ ക്യാഷും ഉണ്ട്, അല്ല ഡേറ്റ മെമ്മറിയും ഉണ്ട്, പ്രോഗ്രാം മെമ്മറിയും ഉണ്ട്. അപ്പൊ എപ്പോഴും അപ്ഡേഷൻ നടക്കുന്ന ഡേറ്റ പാർട്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് സൈസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, റീറൈറ്റിംഗ് പ്രൊസീജിയർ ചെറുതാക്കാനായിട്ടും അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസി ആക്കാനായിട്ടും പറ്റും. അതാണ് ഇവർ ഇൻസ്ട്രക്ഷൻ ക്യാഷ്. ഞാൻ പ്രോഗ്രാം എന്നാണ് പറഞ്ഞത്, ഇവർ ഇൻസ്ട്രക്ഷൻ ക്യാഷ് ആണ്. പിന്നെയുള്ളത് ഡേറ്റ ക്യാഷ് ആണ്. ഇവിടെ ഇൻസ്ട്രക്ഷൻ ക്യാഷ് ഉണ്ട്, ഡേറ്റ ക്യാഷ്. ഇതാണ് ഇൻസ്ട്രക്ഷൻ ക്യാഷ്, ഇത് ഡേറ്റ ക്യാഷ്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞത് 2 level ക്യാഷ് പോപ്പുലർലി നോൺ ആസ് L1 and L2 ക്യാഷ് ഈസ് നോർമലി യൂസ്ഡ്. പിന്നെ L1 ക്യാഷ് ആയിരിക്കും കൂടുതലായിട്ടും ഡേറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഭഗവാൻ, ഇവര് മാപ്പിംഗ് ഒക്കെ ഇങ്ങനെയാണോ കൊടുത്തേക്കുന്നത്? സെറ്റ് അസോസിയേറ്റ് മാപ്പിംഗ് എല്ലാം പറഞ്ഞിട്ടുണ്ട്, തലകുത്തി പറഞ്ഞു. ഡയഗ്രം ഒന്നുമില്ല, ഞാനൊന്ന് ജസ്റ്റ് നോക്കിക്കോട്ടെ. ഓക്കെ, ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളോട് തൊട്ട് മുമ്പേ പറഞ്ഞായിരുന്നു, അതായത് നമ്മൾ പ്രൈമറി മെമ്മറിയിൽ ഡേറ്റ അഡ്രസ് ആയിരിക്കും ശരിക്കും CPU ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് ഇപ്പൊ അതിനൊരു ഡേറ്റ ആവശ്യമുണ്ടെങ്കിൽ പ്രൈമറി മെമ്മറിയിൽ ഡേറ്റ, അതായത് പ്രോഗ്രാമർ പ്രൊവൈഡ് അല്ലെങ്കിൽ ഫിസിക്കൽ അഡ്രസ് എന്ന് പറയും, അതെപ്പോഴും പ്രൈമറി മെമ്മറിയുടെ അഡ്രസ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഡേറ്റ പിക്ക് ചെയ്യുന്നത് ക്യാഷ് മെമ്മറിയിൽ നിന്നായിരിക്കും. അപ്പോൾ എപ്പോഴും നമുക്കറിയാം പ്രൈമറി മെമ്മറിയുടെ സൈസ് കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ അതിന്റെ അഡ്രസ്സിന്റെ ലെങ്ത് കൂടുതലായിരിക്കും. ഞാൻ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാല്, ഇപ്പൊ നമ്മുടെ കയ്യില് ഇപ്പൊ നമ്മുടെ കയ്യില് 16 വേർഡ്സ് ഉണ്ടെങ്കിൽ എത്ര അഡ്രസ് ബിറ്റ് ഉണ്ടാവും? അഡ്രസ്സിന്റെ സൈസ് എത്രയായിരിക്കും? 4 ബിറ്റ് ആയിരിക്കും അല്ലെ. നമ്മുടെ കയ്യില് 8 വേർഡ്സ് ആണെങ്കിൽ അഡ്രസ്സിന്റെ സൈസ് 3 ബിറ്റ് ആയിരിക്കും. ഇനി നമ്മുടെ കയ്യില് 32, ഞാൻ ചെറിയ നമ്പർ പറയുന്നത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമുള്ളതാണ്. 32 വേർഡുകളുള്ള ഒരു മെമ്മറിയാണ് ഉള്ളതെങ്കിൽ അഡ്രസ്സിന്റെ സൈസ് എത്രയായിരിക്കും? 5 ബിറ്റ്സ് ആയിരിക്കും അല്ലെ. 5 ബിറ്റ് അഡ്രസ് ആയിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യുക. അപ്പൊ ഈ അഡ്രസ് ബിറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് മെമ്മറിയുടെ സൈസ് അനുസരിച്ച്. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു 16 വേർഡ് റാം ഉണ്ട്, 2 വേർഡ് ക്യാഷും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം CPU കൊടുക്കുന്ന അഡ്രസ് എപ്പോഴും എത്രയായിരിക്കും? 4 ബിറ്റ് ആയിരിക്കും. 2 വേർഡ് ആകുമ്പോഴത്തേനും ആക്ച്വലി അത് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ബിറ്റ് അഡ്രസ്സിന്റെ ആവശ്യമേ വരുള്ളൂ. ഇത് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാം. 16 വേർഡ് റാം ആണ് നമ്മുടെ, അല്ലെ പ്രൈമറി മെമ്മറിയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ CPU കൊടുക്കുന്ന അഡ്രസ് എപ്പോഴും 4 ബിറ്റ് അഡ്രസ് ആയിരിക്കും. പക്ഷെ ആക്ച്വലി ഫെച്ച് ചെയ്യേണ്ടത് ഈ 2 വേർഡ് ക്യാഷിൽ നിന്ന്. അതിനാകെ എന്ത് മതി? ഒരു 1 ബിറ്റ് അഡ്രസ് മതി. എന്ന് പറഞ്ഞാൽ ഈ 4 ബിറ്റ് അഡ്രസ്സിനെ 1 ബിറ്റ് അഡ്രസ് ആയിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഈ പ്രോസസ്സിനെയാണ് മാപ്പിംഗ് എന്ന് ചുരുക്കത്തിൽ പറയുന്നത്. മനസ്സിലായോ? എന്ന് മിണ്ടുന്ന ഒരാളുണ്ടല്ലോ, കേറിയില്ലേ? ഉണ്ട് മേഡം, അത് അത്ര മനസ്സിലായില്ല. അപ്പൊ പിന്നെ മനസ്സിലായില്ല എന്ന് പറയണം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ കയ്യില് 16 ബിറ്റ്
പ്രൈമറി മെമ്മറി ഉണ്ട്. അങ്ങനെയാണ് അതിന്റെ അഡ്രസ്സ് 4 ബിറ്റ് ആയിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അഡ്രസ്സ് 4 ബിറ്റ് അഡ്രസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 0002 നിബിൾ 1 അല്ലെ? നമ്മൾ ഡീകോഡർ എല്ലാം പഠിച്ചതാണ്. ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ക്യാഷിൽ നമുക്ക് ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 വേർഡ് ക്യാഷ് ആണ് യൂസ് ചെയ്യുന്നത്. 2 വേർഡിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് എത്ര ബിറ്റ് അഡ്രസ്സ് മതി? 2⁻1 അല്ലെ? 1 ബിറ്റ് അഡ്രസ്സ് മതി. പക്ഷെ CPU എപ്പോഴും 4 ബിറ്റ് അഡ്രസ്സേ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. 4 ബിറ്റ് അഡ്രസ്സ് വെച്ചിട്ട് ഒരു ചെറിയ മെമ്മറി പോയി സെർച്ച് ചെയ്യാൻ പറ്റത്തില്ല. 1 ബിറ്റ് അഡ്രസ്സിലേക്ക് അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കണം. അതിനെയാണ് നമ്മൾ മാപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ലെങ്തി വാല്യൂവിനെ ഷോർട്ട് വാല്യൂ ആയിട്ട്, ചെറിയ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. മെയിൻ മെമ്മറി ഈസ് ഡിവൈഡഡ് ഇൻറ്റു ബ്ലോക്സ്, ഫ്രെയിംസ് ഓർ പേജസ് ഓഫ് കർവ് വേർഡ്സ് ഈസ്. കെ വേർഡ്സ് എന്ന് പറഞ്ഞാൽ അവരൊരു എൻ വേർഡ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു കോമൺ അല്ലെ ജനറലൈസ് ചെയ്തു എന്നേ ഉള്ളൂ. പേജുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ബുക്കിന്റെ പേജ് പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. പക്ഷെ ഇതിനെല്ലാം ഒരു പേജ് അല്ലെങ്കിൽ ഒരു ഫ്രെയിം അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ബ്ലോക്കിലും സെയിം സൈസ് ആയിരിക്കും. അതാണ് കെ വേർഡ്സ്. ഇപ്പം ഞാൻ എൻ്റെ മെമ്മറിയെ 10 ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്ത് എൻ്റെ 10 ബ്ലോക്കും ഒരുപോലെ ആയിരിക്കും. എൻ്റെ ഒരു ബ്ലോക്കിൽ 10 വേർഡ് ആണെങ്കിൽ 10 ബ്ലോക്കിലും 10 വേർഡ് വെച്ചിട്ടായിരിക്കും കാണുക. അല്ല ഞാൻ ഫ്രെയിം അല്ലെ പേജ് എന്ന് പറയുന്ന പേരാണ് അവിടെ എല്ലാം ഒന്നൊക്കെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല, കൊച്ചു കൊച്ചു വ്യത്യാസമൊക്കെ ഉള്ളൂ. അപ്പൊ ഞാൻ പേജസ് ആയിട്ട് എൻ്റെ മെമ്മറിയെ ഡിവൈഡ് ചെയ്യുന്നത് ഓരോ പേജിലും എനിക്ക് 8 വേർഡ് വെച്ചിട്ടാണ് ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ 10 പേജിലും 8 വേർഡ് വെച്ചേ കാണുള്ളൂ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാപ്പ് ചെയ്ത് വരുമ്പോഴത്തേനും ഇത് കറക്റ്റ് സ്യൂട്ടായിരിക്കും. അതായത് ഇപ്പൊ നിങ്ങൾ പ്രൈമറി മെമ്മറിയിൽ നിങ്ങൾക്ക് 8 പേജിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ക്യാഷ് മെമ്മറിയിൽ നിങ്ങൾക്ക് 4 പേജിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. മനസ്സിലായോ? പ്രൈമറി മെമ്മറിയിൽ 8 പേജ് ഉണ്ട്. പ്രൈമറി മെമ്മറി ഭയങ്കര വലുതായിരുന്നു. അവിടെ നിങ്ങൾ 8 പേജ് വെച്ചു. അപ്പൊ ഇവിടെ പ്രൈമറി മെമ്മറിയിൽ 8 പേജ്, ഓരോ പേജിലും 10 വേർഡ്സ് വെച്ചുണ്ടെന്ന് വെച്ചോ. ക്യാഷ് മെമ്മറി വന്നപ്പോൾ നിങ്ങൾക്ക് അവിടെ 4 പേജസിനെയും വെക്കാൻ പറ്റത്തുള്ളൂ. ഓരോ പേജിലും എത്രയുണ്ട്? 10 വേർഡ്സ് വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ റീപ്ലേസ്മെന്റ് എളുപ്പമായില്ലേ? ക്യാഷ് മെമ്മറിയിലെ പേജ് സൈസും പ്രൈമറി മെമ്മറിയിലെ പേജ് സൈസും സെയിമാ. അപ്പൊ അവിടെ നിന്ന് റീപ്ലേസ് ചെയ്യുമ്പോൾ ഒരു പേജോടെയാണ് റീപ്ലേസ് ചെയ്യും. അവിടെ നിന്ന് ഒരു വേർഡ് ആയിട്ടല്ല റീപ്ലേസ് ചെയ്യുന്നത്. അപ്പൊ ഒരു പേജോടെ റീപ്ലേസ് ചെയ്യുമ്പോൾ വളരെ എളുപ്പമല്ലേ? ഇല്ലെങ്കിൽ നിങ്ങളിപ്പോ ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് റൂൾഡ് ബുക്ക് ആണെന്നുണ്ടെങ്കിൽ എല്ലാ പേജിലും ഒരേ ലൈൻ അല്ലേ? നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം, നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂളല്ലേ ബുക്ക് തന്നുകൊണ്ട്, അപ്പൊ എല്ലാ കൂട്ടുകാരുടെയും ബുക്ക് ഒരുപോലെയാണെങ്കിൽ ഒരുത്തന്റെ പേജ് കയറി നമ്മുടെ ഇതിലേക്ക് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കൂലേ? ആ സെയിം കൺസെപ്റ്റ് ആണ് ഇവിടെയും പറഞ്ഞത്. അപ്പൊ ഇവിടെ നോക്കിയേ, നമുക്കിപ്പോ ഇവിടെ ഇവർ പറയുന്നത്, അതായത് എ ക്യാഷ് മെമ്മറി ഈസ് ഓർഗനൈസ്ഡ് ആസ് എ സീക്വൻസ് ഓഫ് ലൈൻ. ഈച്ച് ക്യാഷ് ലൈൻ ഈസ് ഐഡന്റിഫൈഡ് ബൈ എ ക്യാഷ് ലൈൻ നമ്പർ. ഇവിടെ ലൈൻ നമ്പർ എന്നൊന്നും അത്ര ഒന്നും പോകണ്ട, ഇത് അഡ്രസ് ആയിട്ട് എടുത്താൽ മതി. അതായത് പ്രൈമറി മെമ്മറിയിൽ ഓരോ വേർഡിനും അഡ്രസ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ ക്യാഷ് മെമ്മറിയിലും ഓരോ വേർഡിനും അഡ്രസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഈ അഡ്രസ്, ഇതിനെയാണ് നമ്മൾ ലൈൻ നമ്പർ, ലൈൻ 1, 2, 3 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ എഴുതി വെച്ചേക്കുന്നത്. എ ക്യാഷ് ലൈൻ സ്റ്റോർസ് എ ടാഗ് ആൻഡ് എ ബ്ലോക്ക് ഓഫ് ദ ഡേറ്റ. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ അഡ്രസ്സിനെ അവർ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ലെങ്ത് എത്രയാണോ അതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒരു ഭാഗം നിങ്ങളുടെ ടാഗ് നമ്പറും സെക്കൻഡ് ഭാഗം നിങ്ങളുടെ ബ്ലോക്ക് നമ്പറും കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുക. ജനറൽ സ്ട്രക്ചർ ഓഫ് ക്യാഷ് മെമ്മറി ഹാവിംഗ് M ലൈൻസ്.
എന്ന് വെച്ചാൽ കോമൺ ആയിട്ട് പറഞ്ഞേക്കുക. m ലൈൻസ് ഉണ്ടാവും. എന്നിട്ടോ ആൻഡ് n ഈക്വൽ ടു 2 n മെയിൻ മെമ്മറി സൈസ്. ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫിഗർ. ഇത്രയാണ് നിങ്ങളുടെ മെയിൻ മെമ്മറി. ഈ മെയിൻ മെമ്മറിയെ ഇത്രയുള്ള ക്യാഷ് മെമ്മറി ആക്കി നിങ്ങൾ കൺവേർട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ നോക്കി, ഇവിടെ ഒരു 0th പേജ് ഉണ്ട്, അതുപോലെ തന്നെ ഉണ്ട് ഇവിടെയും ഒരു പേജ് ഉണ്ട്. ഇവിടുത്തെ പേജിന്റെ സൈസും ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ക്യാഷിന്റെ പേജിന്റെ സൈസും മെയിൻ മെമ്മറിയുടെ പേജിന്റെ സൈസും സെയിം ആണ്. മനസ്സിലായോ? അപ്പോ ഇവിടെ നോക്കിയേ, ബ്ലോക്ക് ഓഫ് കെ വേർഡ്സ്. ഇവിടെയും ഇതുപോലെ ബ്ലോക്ക് ഓഫ് കെ വേർഡ്സ് ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്പർ ഓഫ് ബ്ലോക്സിന്റെ എണ്ണം കൂടുതലാണ്, ഇവിടെ നമ്പർ ഓഫ് ബ്ലോക്സിന്റെ എണ്ണം കുറവാണ്. അപ്പൊ ബ്ലോക്കിനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. ഇനി ഇവര് ഈ ബുക്കിൽ മുഴുവൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കുന്നത് ക്യാഷ് മെമ്മറി ഓഫ് സൈസ് 512. 512 വേർഡ് എന്ന് പറഞ്ഞാൽ 2.9 എന്ന് പറയും. ആൻഡ് 64K വേർഡ്സ് ഓഫ് 16 bits ഈച്ച് എന്നൊക്കെ പറയുമ്പോൾ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. ക്യാഷ് മെമ്മറിയിൽ 512 വേർഡ്സ് ആണ്. ഓരോ വേർഡിലും എത്ര ബിറ്റ് വെച്ചിട്ടുണ്ട്? 16 ബിറ്റ് വെച്ചിട്ടുണ്ട്. അതാണ് അതിന്റെ അർത്ഥം. ഒരു വേർഡ് എന്ന് പറഞ്ഞാൽ 16 ബിറ്റ് ലെങ്ത്. അങ്ങനെയുള്ള 512 വേർഡ്സ് ക്യാഷിലുണ്ട്. പ്രൈമറി മെമ്മറിയിൽ 64K ആണ്. അവിടെയും വേർഡ് സൈസ് സെയിം തന്നെയാണ്. കാരണം എന്താ, അത് ആ ഫ്രെയിം ഫിക്സ് ആവണം അല്ലെ, അല്ലെങ്കിൽ മൊത്തം കൊളായി പോകും. അത് തന്നെ കാര്യം. അപ്പം ഈ 512 വേർഡ്സിനെ അഡ്രസ്, ഇതാണ് കറക്റ്റ് ഡയഗ്രാം. കണ്ടോ, 16Kയുടെ 16 ബിറ്റ് വെച്ചിട്ടുള്ള 64K കയ്യിലുണ്ട്. ക്യാഷ് മെമ്മറിയിൽ വന്നപ്പോ കിലോ ബൈറ്റ്. കിലോ ബൈറ്റ്, BYTE ബൈറ്റ് ആണ്. 1 KB 10⁻²⁴. ഏയ് 1024 ബിറ്റ്സ്. 1 KB എന്ന് പറഞ്ഞാൽ 1024 ബിറ്റ്സ് ആണ്. 2⁻10. 2⁻10 ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ 1024 ബിറ്റ്സ് ആണ് 1 KB. നമ്മൾ സാധാരണ 1000 അല്ലേ കിലോ എന്ന് പറയുന്നത്. ഇവിടെ ബിറ്റ്സിന്റെ കേസിൽ വരുമ്പോൾ ഒരു 24 കൂടുതൽ വരും. 64K എന്ന് പറഞ്ഞാൽ 64 കിലോ ബൈറ്റ്സ് ആണ്. ഇവിടെ 16 ബിറ്റ് ആണ് ഒരു വേർഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ. ഇന്ന് കയറിയ ആളാന്ന് തോന്നുന്നു, സൗണ്ട് കേട്ടത്ര പരിചയമില്ല. 0 തൊട്ട് 15 വരെയുള്ള ബിറ്റുകൾ ഒരു രജിസ്റ്ററിൽ അല്ലെങ്കിൽ ഒരു ലൊക്കേഷനിൽ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് ഈ മാപ്പിംഗ് ഞാൻ പറഞ്ഞല്ലോ, ഇതുകൊണ്ട് ഇവിടെ ശ്രദ്ധിച്ച് ഈ ഫിഗർ പറയുമ്പോൾ ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. CPU നേരിട്ട് കണക്ട് ചെയ്തേക്കുന്നത് ക്യാഷ് മെമ്മറിയിലേക്ക് കൊടുത്തേക്കും. അപ്പം പ്രൈമറി മെമ്മറിയിലോട്ടാണ് കൊടുക്കുന്നത്. അവിടെ നിന്ന് പ്രൈമറി മെമ്മറിയാണ് ക്യാഷിൽ നിന്ന് ഫെച്ച് ചെയ്ത്, അല്ലെങ്കിൽ പ്രൈമറി മെമ്മറി അല്ല, OS ആണ് അത് ക്യാഷിൽ നിന്ന് തപ്പിയെടുത്തിട്ട് CPU വളരെ വേഗം എത്തിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയേ, എപ്പോഴും CPU ഇവിടെ കൊടുക്കുന്നത് 15 ബിറ്റ് അഡ്രസ് ആയിരിക്കും. 64K എന്ന് പറഞ്ഞാൽ 2⁻15. അപ്പം 15 ബിറ്റ് അഡ്രസ് ആയിരിക്കും. പക്ഷെ ക്യാഷ് മെമ്മറി അഡ്രസ് ചെയ്യാൻ വേണ്ടി 9 ബിറ്റ് മതി. 512 എന്ന് പറഞ്ഞാൽ 2⁻9 ആണ് കേട്ടോ. അപ്പൊ ആ 9 ബിറ്റ് അഡ്രസ്സേ ഉള്ളൂ. 9 ബിറ്റ് അഡ്രസ്സേ ഉള്ളൂ. അവിടെ കൊണ്ട് ഈ 15 ബിറ്റ് അഡ്രസ് വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 15 ബിറ്റിനെ റെഡ്യൂസ് ചെയ്ത് 9 ബിറ്റ് ആക്കി കൊണ്ടുവരണം. അതിനെയാണ് നമ്മൾ മാപ്പിംഗ് എന്ന് പറയുന്നത്. We can where can a block of main memory be places in cache? How the processor can determine?
അങ്ങനെ കൺവേർട്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് മാപ്പിംഗ് എന്ന് പറയുന്നത്. എ മാപ്പിംഗ് മെക്കാനിസം മാപ്സ് ദ ബ്ലോക്സ് ഫ്രം ദ മെയിൻ മെമ്മറി ടു ക്യാഷ് ലൈൻ. അപ്പൊ മെയിൻ മെമ്മറിയുടെ അഡ്രസ്സ് കൊടുത്താൽ അതിന് ക്യാഷിന്റെ അഡ്രസ് ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ 3 ടൈപ്പുള്ള മാപ്പിംഗ് ഉണ്ട്: ഡയറക്റ്റ് മാപ്പിംഗ്, അസോസിയേറ്റീവ് മാപ്പിംഗ്, സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ്. ഡയറക്റ്റ് മാപ്പിംഗ് സിമ്പിൾ ആണ്, പക്ഷെ അത്ര എഫിഷ്യന്റ് അല്ല ഇത്. ഇറ്റ് മാപ്സ് ഈച്ച് ബ്ലോക്ക് ഓഫ് മെയിൻ മെമ്മറി ഇൻറ്റു ഓൺലി വൺ പോസിബിൾ ക്യാഷ് ലൈൻ. അപ്പം ഇവിടെ നമ്മുടെ മെയിൻ മെമ്മറിയിൽ പല ബ്ലോക്കുകൾ ഉണ്ടാവും. അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പർട്ടിക്കുലർ ക്യാഷ് ബ്ലോക്കിലേക്ക് അസൈൻ ചെയ്യുവാണ് ചെയ്യുന്നത്. ഈ ഇക്വേഷൻ ഇത് പഠിക്കാൻ നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഭഗവാൻ, ഇത് മുഴുവൻ ഇവര് കുളമാക്കിയാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ ബുക്കാണ് കേട്ടോ. ഇവിടെ ഒക്കെ പഠിക്കാനൊരു ഇത്തിരി കൂടി എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു. മോറിസ് മാനോയുടെ ഒരു ടെക്സ്റ്റ് വെച്ചിട്ട് അവർ ഈ എം മോറിസ് മാനോ എന്ന് പറയുന്ന ഓതറിന്റെ ടെക്സ്റ്റ് വെച്ചിട്ട് ഇത് ചെയ്തേക്കുന്നേ. ഇതുണ്ടോ ഇവിടെ നോക്കിയേ, ഇതാണ് ശരിക്കും മെയിൻ മെമ്മറിയുടെ അഡ്രസ് എന്ന് പറഞ്ഞാൽ. അതിന് n ബിറ്റ്സ് ഉണ്ട് അല്ലെ. നമ്മുടെ എക്സാമ്പിളിൽ എത്ര ബിറ്റ്സ് ഉണ്ട്? 15 ബിറ്റ്സ് ഉണ്ട്. കാരണം എന്താ, 64K ആയിരുന്നു മെയിൻ മെമ്മറി അല്ലെ. ക്യാഷ് മെമ്മറിയിൽ വന്നു കഴിയുമ്പോഴത്തേനും അത് എന്തേ ഉള്ളൂ, 9 ബിറ്റ്സേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഈ 15 ബിറ്റ് അഡ്രസ്സിനെ 9 ബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കിയേ, ഇവിടെ K ബിറ്റ്സ് ഒരു ബ്ലോക്കിന്റെ സൈസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ n ബിറ്റ് ആണുള്ളത്. അതായത് ഇവിടെ നമ്മുടെ എക്സാമ്പിളിൽ 15 ബിറ്റ്. ആ n ബിറ്റ് അഡ്രസ്സിനെ മെയിൻ മെമ്മറി ബ്ലോക്ക് അഡ്രസ് ആയിട്ട് n-k ബിറ്റ്സ് അങ്ങ് എടുത്തു കണ്ടോ. പിന്നെ ബാക്കി എത്രയുണ്ട്, K ബിറ്റ് ബ്ലോക്ക് അഡ്രസ്സിന്റെ സൈസ് ആയിട്ടും എടുത്തു. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കാം. നിങ്ങൾ കോളേജിലാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കാം. നിങ്ങളുടെ കോളേജിൽ ഒരു പ്രോഗ്രാം നടക്കും. അപ്പം BCAക്കാരുണ്ട്. ഫസ്റ്റ് സെം തൊട്ട് 6th സെം വരെയുള്ള BCAക്കാർ ഇരിക്കുവാണ്. അപ്പൊ പെട്ടെന്നൊരു അനൗൺസ്മെന്റ് വന്നു, നമ്പർ 6 എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞ എത്ര 6 എഴുന്നേറ്റ് നിൽക്കും? ഫസ്റ്റ് സെമ്മിൽ 6 ഉണ്ട്, സെക്കൻഡ് സെമ്മിൽ, തേർഡില്, ഫോർത്തില്, ഫിഫ്തില്, 6th 6 6 നമ്പറുകാരുണ്ട്. അവർ 6 പേരും എഴുന്നേറ്റ് നിൽക്കുകയല്ലേ. അതുപോലെയാണ് ഇവിടെയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സ്പെസിഫിക് ആയിട്ട് പറയും അല്ലെ, നമ്പർ 6th ഫ്രം സെക്കൻഡ് BCA എന്ന് ചോദിക്കുന്ന സമയത്താണ് സെക്കൻഡ് സെമ്മിലെ 6ാം നമ്പറുകാരനോ കാര്യോ അവർ എഴുന്നേറ്റ് നിൽക്കുന്നത് അല്ലെ. അപ്പൊ ആ സെക്കൻഡ് BCA എന്നുള്ളത് ടാഗാണ്, 6 എന്നുള്ളത് കോമൺ അഡ്രസ് ആണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെയും നമുക്ക് ഇതുപോലെയാണ്. ഈ CPU കൊടുക്കുന്ന അഡ്രസ്സിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഒന്ന് ടാഗ് ആയിട്ടും ഒന്ന് അഡ്രസ് ആയിട്ടും നമ്മൾ വെക്കും. ഈ അഡ്രസ് കോമൺ ആയിരിക്കും. ഇപ്പൊ 15 എന്ന് പറയുന്ന ഒരു അഡ്രസ് അല്ലെ, ഒരു റോൾ നമ്പർ എല്ലാ ക്ലാസ്സിലും ഉണ്ട്. പക്ഷെ BCA ഫസ്റ്റ് സെമിസ്റ്റർ 15 എന്ന് പറഞ്ഞാൽ അത് യുണീക്കാണ്. മനസ്സിലായോ? അങ്ങനെ ഒരു കൊച്ചേ കാണുള്ളൂ. ഫസ്റ്റ് സെമിസ്റ്ററിലെ 15 ഒരാളല്ലേ കാണുള്ളൂ. ഫസ്റ്റ് സെമിസ്റ്റർ 2 15 കാണും. അപ്പൊ A ബാച്ചും B ബാച്ചും 2 ഉണ്ട്. അപ്പോഴും ഉണ്ട് A ബാച്ചിലെ 15 ഉണ്ട്, B ബാച്ചിലെ 15 ഉണ്ട്. എന്തായാലും അവിടെ ഒരു യുണീക്ക്നെസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ആ കേസാണ് ഇവരിവിടെ ഈ ഫിഗർ സഹിതം വരച്ച് കാണിച്ചത്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് മാപ്പ് ചെയ്യുവാണ്. അപ്പം ഇത് ടാഗാണ്. ടാഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് സെമ്മോ സെക്കൻഡ് സെമ്മോ ഒക്കെ പറയുന്നത് പോലെ ടാഗ് ബിറ്റ് യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ ബ്ലോക്ക് സൈസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം 9 വരും. നമ്മുടെ എക്സാമ്പിളിൽ 9 വരും. n-k എന്ന് പറയുമ്പോൾ 15 - 9 എത്ര വരും? 6 വരും. ടാഗ് ബിറ്റ് 6ഉം ഈ ബ്ലോക്ക് ബിറ്റ് 9ഉം വരും. അപ്പൊ ഈ 9ന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ സൈസിലുള്ള ബ്ലോക്കുകളാണ് എല്ലാ ബ്ലോക്കുകളും പ്രൈമറി മെമ്മറിയിലുള്ളത്. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ നോക്കട്ടെ.
ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. സൈസ് ഓഫ് ദ ഇതൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. അത് ജനറലൈസ്ഡ് ഫോം ആണ്, എക്സ്പ്ലെയിൻ ചെയ്തു തരാം. The size of the main memory address is n bits. എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ മെയിൻ മെമ്മറിയുടെ സൈസ് n ബിറ്റ്സ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് ഇൻ ദ മെയിൻ മെമ്മറി ഈസ് 2n. അപ്പൊ നമ്മൾ ഇവിടെ 2k ഇതാ മെമ്മറി അഡ്രസ് n ബിറ്റ്സ് എന്ന് പറഞ്ഞു. നമ്പർ ഓഫ് വേർഡ്സ് 2n. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞേ? കഴിഞ്ഞ ദിവസം ഞാൻ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു 16 വേർഡ്സ് ഉള്ള ഒരു മെമ്മറിയാണ് എനിക്കുള്ളതെങ്കിൽ 2⁴ എന്ന് പറഞ്ഞു. 2⁴ 16. അത് തന്നെയാണ് ഇത് ഇവിടെ കണ്ടോ, 2n. ആ 4നെ എന്താക്കി വെച്ചു? കോമൺ ജനറലൈസ് ചെയ്ത് വെച്ചു. ദ സൈസ് ഓഫ് ദ മെയിൻ മെമ്മറി ബ്ലോക്ക്. ഇങ്ങനെ 16 വേർഡ്സിനെ നിങ്ങൾക്ക് 4 ബ്ലോക്ക് ആയിട്ട് വേണേൽ തിരിക്കാം അല്ലെ? 0 to 3 ഒരു ബ്ലോക്ക്, 0 to 3 കണ്ടോ, 4 ബ്ലോക്ക് ആയിട്ട് നമ്മൾ തിരിച്ചു. അപ്പോ ഇവിടെ 4 ബ്ലോക്കേ ഉള്ളൂ അല്ലെ? 1 2 3 4. 16 ബ്ലോക്കിൽ നിന്ന് the size of the main memory is n minus k. എത്രയായി? 4 ആയി. നമ്പർ ഓഫ് വേർഡ്സ് ഇൻ ഈച്ച് ബ്ലോക്ക് ഈസ് 2⁻²k. എത്ര ബിറ്റ് ആണോ മിച്ചമുള്ളത് അത്രയും വേർഡ്സ് ആണ് ഓരോ ബ്ലോക്കിലും ഉള്ളത്. നോർമലി അത് ഓരോ ബ്ലോക്കിലും ഉള്ളത് സെയിം സൈസ് ആയിരിക്കും. കണ്ടോ, നമ്പർ ഓഫ് വേർഡ്സ് ഇൻ മെയിൻ മെമ്മറി ഈസ് 2⁻²n. ഇതിൽ k ബിറ്റ്സ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി എടുത്തു. അപ്പൊ നമ്പർ ഓഫ് വേർഡ്സ് ഇൻ ഈച്ച് ബ്ലോക്ക് ഈസ് 2⁻²k. അപ്പം ഈ 2⁻k എന്ന് പറയുന്നത് നമ്മുടെ എക്സാമ്പിളിൽ 4 ആണ്. k എന്ന് പറയുന്നത് 4 അല്ല 2. k എന്ന് പറയുന്നത് 2 ആണ്. 2⁻²2 4. അങ്ങനെയാണ് നമ്മളിവിടെ 4 ഉള്ള ബ്ലോക്ക് ആക്കി ഡിവൈഡ്. ഇച്ചിരി ഒന്ന് ആലോചിച്ച് 2-3 വട്ടം വായിക്കണം കേട്ടോ. പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കി, ലെറ്റ് us consider a main memory of 16 MB മെഗാബൈറ്റ്. മെഗാബൈറ്റ് എന്ന് പറഞ്ഞാൽ 2⁻20 എന്ന് പറഞ്ഞാൽ എന്താ? 1024 KB ആണ് 2⁻20. അപ്പൊ അത്ര MB ഉണ്ട്. ഹാവിംഗ് വേർഡ് സൈസ് ഓഫ് എ ബൈറ്റ്. വേർഡ് സൈസ് ഓഫ് എ ബൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ വേർഡ് സൈസ് എത്ര ബിറ്റ് ഉണ്ട്? 8 ബിറ്റിനെയാണ് ഒരു ബൈറ്റ് എന്ന് പറയും. 8 ബിറ്റ്. ആൻഡ് എ ബ്ലോക്ക് സൈസ് ഈസ് 128 ബിറ്റ്സ് ഓർ 16 വേർഡ്സ്. എന്ന് പറഞ്ഞാൽ എന്താ? 16 വേർഡ്സ് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ 128 ബിറ്റ് ടോട്ടൽ ഉണ്ട്. 1 വേർഡ് ഈസ് 1 ബൈറ്റ് ഇൻ ദിസ് കേസ്. അപ്പൊ 16 വേർഡ്സ് ഉണ്ട്, ഓരോ വേർഡ്സിലും 8 ബിറ്റ് ഉണ്ട്. ഇപ്പൊ എത്രയായി? 128 ബിറ്റ്. അതാണ് ഇവര് 128 ബിറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ഇത്ര ഒന്നും കൂലങ്കൂഷമായിട്ട് ചിന്തിക്കണ്ട. നമ്മൾ ഓരോ ബ്ലോക്കിനും എത്ര വേർഡിന്റെ സൈസ് കൊടുത്തു? 16 വേർഡിന്റെ സൈസ് കൊടുത്തു. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ 10 പേജ് ഉള്ള ഒരു ബുക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഓരോ പേജിലും 10 ലൈൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ 16 MB ഉണ്ട് ആകെ നമ്മുടെ പുസ്തകത്തിന്റെ സൈസ്. ഓരോ പേജിലും 16 വേർഡ്സ് 16 ലൈൻ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം അസ്യൂം ചെയ്യുക. ഓക്കെ, എനിക്കൊരു 1 മിനിറ്റ് ഒന്ന് ലീവ് ചെയ്യരുത്. ഒരൊറ്റ മിനിറ്റ് പോരെ.
ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിന്റെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരുന്നു. നോക്കാം, സൈസ് ഓഫ് വേരിയസ് അഡ്രസ് ഫീൽഡ്സ്. അതായത് ഡിറ്റർമിൻ ദ ഫോളോവിങ് സൈസ് ഓഫ് വേരിയസ് അഡ്രസ് ആൻഡ് ഫീൽഡ്. ഹൗ വിൽ യു ഡിറ്റർമിൻ ദാറ്റ് എ ഹെക്സാഡെസിമൽ അഡ്രസ് ഇൻ ക്യാഷ് മെമ്മറി? ഹെക്സാഡെസിമൽ ഒക്കെ ഇപ്പൊ പറഞ്ഞ അറിയാമല്ലോ. നോർമലി നമ്മൾ അഡ്രസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഹെക്സാഡെസിമൽ വാല്യൂസ് ആയി. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന മെമ്മറി 16 MB ആണ്. 16 MB എന്ന് പറഞ്ഞാൽ 2⁻²4 ബൈറ്റ്സ് ആണ്. അപ്പോ ഓരോ ബ്ലോക്കിലും 16 വേർഡ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ബ്ലോക്ക് എന്നുകൊണ്ട് നിങ്ങൾ ഒരു പേജ് ഒക്കെ ഉദ്ദേശിച്ചാൽ മതി കേട്ടോ. ഒരു പേജിൽ 16 വേർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞ് ഒരു പേജിൽ 16 വര വെച്ചിട്ട് 16 ലൈൻ വരച്ചിട്ടുണ്ടെന്നൊന്ന് അസ്യൂം ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ദ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്ക് ഇൻ മെയിൻ മെമ്മറി വുഡ് ബി എങ്ങനെ വരും? 2⁻²24 ഡിവൈഡഡ് ബൈ 16 എന്ന് പറഞ്ഞാൽ നമ്മുടെ 64 MB 16 വേർഡ്സ് വെച്ച് ഡിവൈഡ് ചെയ്ത ടോട്ടൽ എത്ര ബ്ലോക്കായി? 20 ബ്ലോക്കായി. അതായത് മെയിൻ മെമ്മറിയിൽ 20 ബ്ലോക്ക് അല്ലെ 20 പേജ് ഉണ്ട്. ഉണ്ടോ? മെയിൻ മെമ്മറിയിൽ 20 ബ്ലോക്ക്. അത് പേജ് എന്ന് ഓർക്കും കേട്ടോ നിങ്ങൾക്കുള്ള. അപ്പൊ ബുക്കിന്റെ ഒക്കെ പേജ് ഇല്ലേ, അത് ഓർത്താൽ മതി. ബ്ലോക്ക്, സെക്ടർ, സെഗ്മെന്റ്, പേജ് എന്നൊക്കെ പറയാറുണ്ട്. കൊച്ചു കൊച്ചു വ്യത്യാസം ഉണ്ടെങ്കിലും കൺസെപ്റ്റ് സെയിം ആണ്. അപ്പൊ ഇവിടെ n എത്ര വന്നു? 24. അപ്പൊ 24 ബ്ലോക്സ് ഉണ്ടെങ്കിൽ 24 ലൊക്കേഷൻസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പഠിക്കണം അല്ലെ? അല്ലെങ്കിൽ അതിനുള്ള അഡ്രസ് ബിറ്റ്സ് നമ്മുടെ കയ്യിൽ വേണം. അപ്പൊ ഇവിടെ n എന്ന് പറഞ്ഞാൽ 24 ആണ്. അപ്പൊ ഇവിടെ എന്ത് പറ്റി? നമ്മുടെ കയ്യില് 16 വേർഡ്സ് ആണ് കേട്ടോ. 16 വേർഡ്സ് ആണ്. പറഞ്ഞാൽ ഇതിപ്പോ എൻ്റെ ഒരു പേജ് ആണെങ്കിൽ ഒറ്റ പേജ് ഞാൻ വരയ്ക്കുന്നുള്ളൂ. നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ 24 പേജസ് ഉണ്ട്. വൺ 2 0 1 15 വേർഡ്സ് ഉള്ള ഒരു ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഈ ബ്ലോക്കിൽ അല്ലെ ഈ പേജിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് എത്ര ബിറ്റ് വേണം 15 വരെ അഡ്രസ് ചെയ്യാനായിട്ട്? 0 0 0 0 to 1 1 1 1 വരെയാണ്. 4 ബിറ്റ് വേണം എനിക്ക് ഓരോ ലൈനെ അഡ്രസ് ചെയ്യാൻ. പോരെ? നിങ്ങൾ ജസ്റ്റ് ചിന്തിക്കുക. BCAയുടെ ഫസ്റ്റ് സെമ്മിലും എത്ര പിള്ളേരുണ്ട്? 20 പിള്ളേരുണ്ട്. സെക്കൻഡ് സെമ്മിലും 20 പിള്ളേർ, തേർഡ് സെമ്മിലും 20 പിള്ളേർ. അങ്ങനെ എല്ലാ സെമ്മിലും ഉണ്ട്. അപ്പൊ ഞാൻ നമ്പർ 6 എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തുനിന്നും ഈ 6 പൊങ്ങി വരും അല്ലേ? കാരണം എല്ലാ ക്ലാസ്സിലും 20 20 20 വെച്ച് പിള്ളേരാണ്. മനസ്സിലായി എന്ന് പറഞ്ഞ പോലെ ഇവിടെ എല്ലാ പേജിലും 16 വരികളാണ്. അപ്പൊ ഒരു പേജിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോ വേർഡ്സിലേക്കും പോകാൻ വേണ്ടി, ഓരോ വരിയിലേക്കും പോകാൻ വേണ്ടി എനിക്ക് എത്ര ബിറ്റ് അഡ്രസ്സ് വേണം? 4 ബിറ്റ് അഡ്രസ്സ് വേണം. ആ 4 ഇവിടുത്തെ k = 4. കണ്ടോ? അപ്പൊ ഇവിടെ ദ മെയിൻ മെമ്മറി ബ്ലോക്ക് അഡ്രസ് ഈസ് n - r. n - r എന്ന് പറഞ്ഞാൽ എത്ര വരും? n - r or n - k. 24 - 4 = 20. അപ്പോ 20 ബിറ്റ്സ് വേണം മെയിൻ മെമ്മറിയെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്യാഷ് മെമ്മറിയെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വേണം? 64 KB ആണ്. അതായത് 2⁻16 ബൈറ്റ്സ്. അപ്പൊ 12 ബിറ്റ് 12 ബിറ്റ് വേണം. അപ്പൊ 20 ബിറ്റ് അഡ്രസ്സിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക? 12 ബിറ്റ് അഡ്രസ് ആയിട്ട്, സോറി 24 ബിറ്റ് അഡ്രസ്സിനെയാണ് 12 ബിറ്റ് അഡ്രസ് ആയിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഈ 24 ബിറ്റിനെ എന്ത് ചെയ്തു? 24 ബിറ്റിനെ 20 ബിറ്റ് ബ്ലോക്ക് സൈസും 4 ബിറ്റ് പേജ് അഡ്രസ്സും ആയിട്ട് മാറ്റി. കണ്ടോ? ഇത് ടാഗ്
ഏത് പേജിലാണെന്ന് നമ്മൾ പറയുക ചെയ്യും. സോറി, 24 ബിറ്റ് ഉണ്ട്. അതിൽ നിന്ന് 12 ബിറ്റ്സ് m ഈക്വൽ ടു 12 ബിറ്റ്സ് നമ്മൾ ക്യാഷിലേക്ക് മാറ്റി. ക്യാഷിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി 12 ബിറ്റ്സ് വേണം. 12 ബിറ്റ്സ്. അപ്പൊ ടാഗ് ഫീൽഡ്, അതായത് നമ്മൾ പറഞ്ഞില്ലേ BCA ഫസ്റ്റ് സെം, സെക്കൻഡ് സെം, തേർഡ് സെം എന്നൊക്കെ പറഞ്ഞ് ഒന്നാമത്തെ ബ്ലോക്ക് ആണോ, രണ്ടാമത്തെ ബ്ലോക്ക് ആണോ, മൂന്നാമത്തെ ബ്ലോക്ക് ആണോ, അങ്ങനെ 24 ബ്ലോക്സ് ആണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് 20 ബ്ലോക്സ് ആണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഏത് ബ്ലോക്കാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 20 മൈനസ് 12 8 ബിറ്റ് വേണം. 8 ബിറ്റ് ടാഗ് ഫീൽഡിന് പോയി. അപ്പൊ നിങ്ങളുടെ മെയിൻ മെമ്മറി അഡ്രസ് 24 ബിറ്റ് അഡ്രസ് ആയിരിക്കും ആര് കൊടുക്കുന്നത്? CPU കൊടുക്കുന്നത്. മാപ്പ് ചെയ്ത് വരുമ്പോൾ അതിൽ 20 ബിറ്റ്സും 4 ബിറ്റ്സും ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ഈ 20 ബിറ്റ്സിന്ന് 8 ബിറ്റ് ടാഗിന് വേണ്ടിയിട്ടും, എന്ന് വെച്ചാൽ ഏത് പേജാണ് അല്ലെങ്കിൽ ഏത് ബ്ലോക്കാണ് എന്ന് പറയാനും 12 ബിറ്റ് അതിലെ പേജസിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുമായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ഇങ്ങനെ CPU തരുന്ന അഡ്രസ്സിനെ റെഡ്യൂസ് ചെയ്ത് ക്യാഷ് മെമ്മറി അഡ്രസ്സായിട്ട് കൺവേർട്ട് ചെയ്യും. ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ എന്ത് പറയും? ഡയറക്റ്റ് മാപ്പിംഗ് എന്ന് പറയും. ഡയറക്റ്റ് മാപ്പിംഗ് എന്നായിരിക്കും പറയും. ഇതിനകത്തില്ല, ഞാൻ നോക്കുമായിരുന്നു. ഞാൻ കുറെ മാപ്പിംഗ് ചെയ്ത PPT ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ കുറെ എണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് സാരമില്ല, അത് വിട്ടേരും. ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നന്നായിട്ട് ഇരുന്ന് വായിച്ചു നോക്കണം. നമ്മളിത് ക്ലാസ്സിൽ എടുക്കുവാണെങ്കിൽ ഒരു ദിവസം ഒരെണ്ണം എടുത്തിട്ട് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തൊക്കെയാണ് ഓഫ്ലൈൻ ക്ലാസ്സിന് പഠിപ്പിക്കാറ്. അപ്പൊ ഇത് പെട്ടെന്ന് പഠിപ്പിച്ചു വിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് വരും. ഇപ്പൊ ഇവിടെ നോക്കി 24 ബിറ്റ് മെയിൻ മെമ്മറി അഡ്രസ് ഇൻ ഹെക്സാഡെസിമൽ. 24 ബിറ്റിനെ ഹെക്സാഡെസിമൽ ആക്കി അവർ മാറ്റിയേക്കുക. കണ്ടോ? FEDCB. എന്തിനാ ഈ ലെറ്റർ ഒക്കെ കൊടുത്തേക്കുന്നത്? എല്ലാം 9 മേളിലുള്ള ഹെക്സാഡെസിമൽ വാല്യൂസ് ആണ് തന്നേക്കുന്നത്. അതുകൊണ്ടാണ് FEDCBA ആണ് ആ ഹെക്സാഡെസിമൽ അഡ്രസ്. ദ ഫോളോവിംഗ് ഡയഗ്രാം വിൽ ഹെൽപ്പ് യു ഐഡന്റിഫൈ. എങ്ങനെയാണ് അതിനെ ഡിവൈഡ് ചെയ്യുന്നത്? 24 ബിറ്റ് ആണ് സാധാരണ. N ഈക്വൽ ടു 24 ബിറ്റ്സ് ആണ്. 6 എക്സ് ഡിജിറ്റ്സ് ആണ് ഉള്ളത്. FEDCBA. ആ എ എന്ന് പറയുന്നത് 10 ആണ് അല്ലെ, നമ്മുടെ ഡെസിമൽ 10 ആണ്. അതിൽ K ഈക്വൽ ടു 4 ബിറ്റ്സ് പോകും. അഡ്രസ് മാപ്പിംഗ് വരുമ്പോൾ 8 ബിറ്റ്സ്, 8 ബിറ്റ് ആർക്ക് പോകും? 8 ബിറ്റ് ആർക്ക് പോകും? ടാഗിന് പോകും. അപ്പൊ Fഉം Eയും വരും. F എന്ന് പറഞ്ഞാൽ 15, 15ന്റെ കറസ്പോണ്ടിങ് ബൈനറി 4 1 അല്ലെ. E എന്ന് പറഞ്ഞാൽ 14, 14ന്റെ കറസ്പോണ്ടിങ് ബൈനറി 1110. പഠിച്ചതല്ലേ, നേരിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചിരുന്നു. അതിന്റെയൊക്കെ ഉപയോഗം ഇവിടെയാണ്. പിന്നെ ക്യാഷ് ലൈൻ നമ്പർ അഡ്രസ് M ഈക്വൽ ടു 12 ബിറ്റ്സ്. 12 ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ 3 12. അപ്പോൾ എത്ര വരും? 1 2 3. DCB. ഡിയുടെ കറസ്പോണ്ടിങ് ബൈനറി, സിയുടെ കറസ്പോണ്ടിങ് ബൈനറി, ബിയുടെ കറസ്പോണ്ടിങ് ബൈനറി. പിന്നെ എ, അത് 4 ബിറ്റ്സ് ആണ് എയുടെ കറസ്പോണ്ടിങ് ബൈനറി. ഇങ്ങനെയാണ് ആ കറസ്പോണ്ടിങ് ബൈനറി മാപ്പിംഗ് നമ്മൾ ചെയ്യുന്നത്.
അപ്പൊ നമുക്ക് സിസ്റ്റം കൊടുക്കുന്ന ഒരു അഡ്രസ്സിൽ നിന്ന് കറക്റ്റ് ആയിട്ട് അത് ക്യാഷിലുണ്ടോ ഇല്ലയോ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഈ ടാഗ് നമ്പർ എടുക്കും. FE ഇതാത് 8 ബിറ്റ് FE ആണ് 8 ബിറ്റ്. അത് MSB ആണ്, മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്സ് ആണ്, MSB ആണ് എടുക്കുക. എന്നിട്ടോ നമ്മളത് ചെക്ക് ചെയ്യും, അതിന്റെ കറസ്പോണ്ടിങ് ടാഗ് വെച്ചിട്ട് ക്യാഷിൽ ഈ അഡ്രസ്ഡ് ലൊക്കേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, if suppose this DCB and the address DCB in the cache and address given by the CPU, that is the index, both are matching, അതിന്റെ അർത്ഥം എന്തോന്നാ, ഒരു ഹിറ്റ് ഒക്കർ ചെയ്തു എന്നുള്ളതാണ്. ഒരു ഹിറ്റ് ഒക്കർ ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വേർഡ് ക്യാഷ് മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാച്ചിങ് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതൊരു മിസ്സായിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് നമ്മൾ അതിന് എന്തായിരിക്കും, പ്രൈമറി മെമ്മറിയിൽ നിന്ന് സെക്കൻഡറി മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഒറ്റ സെക്കൻഡ്. ദ സെയിം, ഇത് പഴയ സ്റ്റഡി മെറ്റീരിയൽ ആണ്. നിങ്ങളവിടെ വട്ടത്തിൽ അവർ വരച്ച പടം ഇവരിവിടെ ചതുരത്തിൽ വരച്ചേക്കും. ഈ ഫിഗർ ആണ് ഈ ഫിഗർ. ഇവിടെ 32K ആണ്, അവിടെ 128 ആണ് എടുത്തേക്കുന്നത്. ഇന്നത്തെ അസോസിയേറ്റീവ് മാപ്പിംഗ് ആണ് ആദ്യം കാണിച്ചേക്കുന്നത്, അവിടെ ഡയറക്റ്റ് മാപ്പിംഗ് ആണ് കാണിച്ചേക്കുന്നത്. ഇപ്പൊ ഡയറക്റ്റ് മാപ്പിംഗ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ പഠിച്ച സാധനം എത്ര സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്, ഇത്ര ഒന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. 2⁻²K വേർഡ്സ് പഴയ ടെക്സ്റ്റ് ബുക്ക് നെറ്റിൽ അവൈലബിൾ ആട്ടോ. ഈ ഒരു ബ്ലോക്ക് മാത്രം, ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ബ്ലോക്ക് 2 യൂണിറ്റ് 1 അതൊന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. ഉണ്ടോ, 2⁻²K വേർഡ്സ് ഇൻ ക്യാഷ് മെമ്മറി ആൻഡ് 2⁻²N വേർഡ്സ് ഇൻ മെയിൻ മെമ്മറി. K വേർഡ്സ് എപ്പോഴും ചെറുതായിരിക്കും, എന്നുവെച്ചാൽ K വേർഡ്സ് ചെറുതാന്ന് പറഞ്ഞാൽ അതിന്റെ എണ്ണം കുറവായിരിക്കും. N വേർഡ്സ് വളരെ ബിഗ് നമ്പർ ആണ്, കാരണം മെയിൻ മെമ്മറി ആണ് വലുത്. നമുക്ക് ഇങ്ങനെ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള നേരം ഇല്ല കേട്ടോ. ഞാൻ പിന്നെ നിങ്ങളുടെ ഒരു മുഖം എനിക്ക് ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. കണ്ടോ, അപ്പൊ എന്ത് പറ്റും, N ബിറ്റ് മെമ്മറി അഡ്രസ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2. ഉണ്ടോ, ഇതിന്റെ ആവശ്യമുള്ളൂ. ആ N ബിറ്റ് അഡ്രസ്സിനെ എന്ത് ചെയ്തു, 2 ഫീൽഡാക്കി ഡിവൈഡ് ചെയ്തു. K bits for index or tab, that is why. കണ്ടോ, N-K bits for tag field. അപ്പോൾ ഇവിടെ നോക്കിയേ, 15 ബിറ്റ് അഡ്രസ്സിനെ ടാഗും ഇൻഡെക്സും ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുവാണ് ശരിക്കും ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ
ഈ 50 ഇവിടെ 15 ബിറ്റ് എടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മെമ്മറി സൈസ് 32K ഉണ്ടോ. പക്ഷെ നിങ്ങളുടെ എക്സാമ്പിളിന്റെ അകത്ത് അവർ 64K പറഞ്ഞു, നേരെ ഇരട്ടിച്ചു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എക്സാമ്പിളിന്റെ അകത്ത് 64K ഞാൻ ഇപ്പൊ പറയുന്ന എക്സാമ്പിളിന്റെ അകത്ത് 32K ഉള്ളൂ. അതുകൊണ്ടാണ് 15 ബിറ്റ് വന്നത്. മറ്റേടത്ത് 24 ബിറ്റ് വന്നു. അതിന് കാരണം 64K അവരെടുത്തേക്കുന്നത്. അതിനെ കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ വരുന്ന വാല്യൂ. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ഇത് വെച്ച് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. അപ്പൊ N-K ടാഗ് ഫീൽഡ് ആയിട്ട് എടുത്തു. ഇപ്പൊ CPU ഒരു അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യും? ഈ മാപ്പിംഗ് സിസ്റ്റം അത് ശരിക്കും ആരുടെ പണിയാ? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പണിയാ. ആ മാപ്പിംഗ് സിസ്റ്റം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ 2 പാർട്ടായിട്ട് തന്നെ ഡിവൈഡ് ചെയ്യും, ടാഗും ഇൻഡെക്സും. 15 ബിറ്റ് ആയതുകൊണ്ട് ഇതിവിടെ 6 ബിറ്റും 9 ബിറ്റും വരും. അവിടെ 8 ബിറ്റും 20 ബിറ്റും വന്നു ഉണ്ടോ. അങ്ങനെ 28 ബിറ്റ് വന്നു. ഇവിടെ 9 ആകും 15 ബിറ്റ് വന്നു. എന്നിട്ട് നോക്കിയേ, എപ്പോഴും ചെയ്യുന്ന എന്താ, ഇത് മെയിൻ മെമ്മറിയാ ഉണ്ടോ. മെയിൻ മെമ്മറി അഡ്രസ്സിന് ടാഗും ഇൻഡെക്സും ആക്കി. ക്യാഷ് മെമ്മറിയിൽ ആരും മാത്രമേ ഉള്ളൂ ഈ 9 ബിറ്റ് ഫീൽഡേ ഉള്ളൂ. അപ്പോഴും നിങ്ങൾക്ക് ഒരു സംശയമുണ്ട്, 6 ബിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 2 അല്ലേ തന്നിട്ടുള്ളൂ എന്ന്. അതെന്തുകൊണ്ടാ? 6 ബിറ്റാണ് ഇവിടെ പറഞ്ഞത്, പക്ഷെ 00 എന്നല്ലേ തന്നെ. 9 ബിറ്റാണ് പറഞ്ഞത്, പക്ഷെ കണ്ടോ 0000001 3 ബിറ്റ് അല്ലേ ഉള്ളൂ. കാരണം എന്താ, ഇത് 8 ബിറ്റ് ഒക്ടലിലാണ് സേവ് ചെയ്തേക്കുന്നത്. ഒക്ടലിന്റെ പ്രത്യേകത എന്താ? ഒരു 0 എന്ന് പറഞ്ഞാൽ 3 0 6 ബിറ്റ് ആയോ അല്ലെ? ഇവിടെയോ ഉണ്ടോ 9 ബിറ്റ് ആയി. അപ്പൊ അങ്ങനെയാണ് കൺവേർട്ട് ചെയ്തത്. ഒക്ടൽ അഡ്രസ് ആണ് അവർ പറയുന്നുണ്ട്, ഒക്ടൽ അഡ്രസ്സാണ്. പിന്നെ ഒക്ടൽ അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പൊ സ്പേസ് കുറയുവാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ബിറ്റ്സ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വന്നേ ഉണ്ടോ. അപ്പൊ ഈ ടാഗ് കറക്റ്റ് ആയി കഴിയുമ്പം ഇൻഡെക്സ് നോക്കിയാൽ മതി കേട്ടോ. ഇവിടെ 00 എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഇതാ ഇവിടെ ഉണ്ട് എങ്കിൽ ഹിറ്റ് ആണ്, ഒരു ഹിറ്റ് ഒക്കർ ചെയ്തു. 001 എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ഹിറ്റ് ഒക്കർ ചെയ്തു. 002 എന്ന് ചോദിക്കുമ്പോൾ അത് ഇവിടെ ഇല്ല, അതൊരു മിസ്സാണ്. അങ്ങനെയാണ് അവരതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടോ. ഇപ്പൊ ഇവിടെ കണ്ടോ, ഇത് അതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ്. ഇതാണ് ഒക്ടൽ ഡേറ്റയാണ്. മെയിൻ മെമ്മറി അഡ്രസ് ഇങ്ങനെ കിടക്കുക. അപ്പൊ നമ്മള് ഇവിടെ 00 തൊട്ട് 0100 അല്ലെങ്കിൽ ഇവിടെ വരെ ഉള്ളതിനെ ഇങ്ങോട്ടേക്ക്, ഇവിടെ വരെ ഉള്ളതാ ഉണ്ടോ. ഇത്രയും പോർഷൻ ആണ് ഇവിടെ മാപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ഇങ്ങോട്ട് നോക്കിയേ, ഇൻഡെക്സ് അഡ്രസ് 000 തൊട്ട് 777 വരെ ഉണ്ട്. പക്ഷെ ഒരു കുഴപ്പമുണ്ട് നോക്കിയേ, ഇവിടെ 00 ഉണ്ട്, ഇവിടെ 02 ആണ്, 77700 ആണ്. ഇവിടെ ഹിറ്റ് ആണോ മിസ്സാണോ? മിസ്സാണ് അല്ലേ. കാരണം 00777 ആണ്. ഇവിടെ 777 കണ്ടോണ്ട് ചാടി കയറി ഹിറ്റാന്ന് പറയാൻ പറ്റത്തില്ല. അത് ഇവിടെ 02 ആ. ഒറിജിനൽ ഡേറ്റ ഏതായിരുന്നു? 00777. അപ്പം കണ്ടോ മിസ് ഒക്കെ ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ഹിറ്റാണോ മിസ്സാണോ എന്നുള്ള കാര്യം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. എനിക്കിത് പഠിപ്പിച്ച് എളുപ്പമായോണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നിയത് ഈ ബുക്കിലെ ഒരു എക്സ്പ്ലനേഷൻ. ഇത് ശരിയാണ്, ഫിഗററ്റിക്കലി അവർ കുറെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത്ര ഒന്നും വളഞ്ഞു പിടിച്ച് മൂക്കെ പിടിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇത് ഡയറക്റ്റ് മാപ്പിംഗ്. പിന്നെ അസോസിയേറ്റീവ് മാപ്പിംഗ്. അസോസിയേറ്റീവ് മാപ്പിംഗിന്റെ കേസിൽ മോസ്റ്റ് ഫ്ലെക്സിബിൾ മാപ്പിംഗ് ഇൻ ക്യാഷ് ഓർഗനൈസേഷൻ ആൻഡ് അലൗസ് ടു സ്റ്റോർ എനി ബ്ലോക്ക്. ഞാൻ ഇവിടെ വെച്ചിട്ട് പറയട്ടെ അസോസിയേറ്റീവ് മാപ്പിംഗ്. ഇതാണ് അസോസിയേറ്റീവ് മാപ്പിംഗ്. ഏറ്റവും സിമ്പിളും ഏറ്റവും ഫ്ലെക്സിബിളും ആയിട്ടുള്ളത് അസോസിയേറ്റീവ് മാപ്പിംഗ് ആണ്. ഇവിടെ ഒരു രജിസ്റ്റർ ഉണ്ട് കണ്ടോ. ഇത് CPU അഡ്രസ് രജിസ്റ്റർ ആണ്. ഈ CPU അഡ്രസ് രജിസ്റ്ററിൽ ഒരു 15 ബിറ്റ്, ഇവിടെ 15 ബിറ്റ് വരാൻ കാരണം എന്താന്നാ പറഞ്ഞത്? 32 ബിറ്റ് ആണ് അല്ലെ. 32 ആണ് നമ്മുടെ സൈസ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് 64K ആണ് സൈസ്. മനസ്സിലായോ? നിങ്ങളൊന്നും മിണ്ടത്തില്ല അല്ലെ, അതുകൊണ്ട് തന്നെ
ഇറങ്ങി പോയോ എല്ലാരും? ഇല്ല, 5-6 പേരെ കേട്ടു. അപ്പൊ ഇവിടെ കണ്ടോ, ഈ വന്നേക്കുന്ന 54 ബിറ്റ് അഡ്രസ്സിനെ കണ്ടോ, അത് 54 ബിറ്റ് ആണ്. 1 2 3 5 ബിറ്റ് അല്ലേ ഉള്ളൂ. കാരണം എന്താ, ഒക്ടലാണ് അല്ലെ? ഒക്ടലാകുമ്പോ 3 × 5 15 ബിറ്റ് വന്നു. ഉണ്ടോ, നേരിട്ട് മാപ്പ് ചെയ്യുകയോ ചെയ്യുന്നു. ഡയറക്റ്റ് ഒരു അഡ്രസ് രജിസ്റ്റർ കൊടുക്കുന്നു, അഡ്രസ്സ് പറയുന്നു, നേരിട്ട് മാപ്പ് ചെയ്യുന്നു. ഇതാണ് അസോസിയേറ്റീവ് മാപ്പിംഗ് എന്ന് പറഞ്ഞത്. അസോസിയേറ്റീവ് മാപ്പിംഗിന്റെ ഡ്രോബാക്ക് കണ്ടതുകൊണ്ടാണ് ഏത് വന്നത്, ഡയറക്റ്റ് മാപ്പിംഗ് കൊണ്ടുവന്നത്. ഇനി ഇവിടെയും ഡ്രോബാക്ക് ഉണ്ട്. ഇവിടെയുള്ള ഒരു ഡ്രോബാക്ക് എന്താന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. ഇങ്ങോട്ട് നോക്കിയേ, എത്ര 777 വന്നു ഇവിടെ? 0 0 777, 0 1 777, 0 2 777. പക്ഷെ ഇവിടെ ഒരു കുഴപ്പം എന്താ കണ്ടോ, 0 0 777 വന്നു അല്ലെ? അതായത് ഇൻഡെക്സ് കോമൺ ആണ്, പക്ഷെ ടാഗ് വന്നപ്പം കണ്ടോ 0 0 0 2 സേവ് ചെയ്യാൻ പറ്റി, 0 1 സേവ് ചെയ്യാൻ പറ്റിയില്ല, 0 2 സേവ് ചെയ്യാൻ പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ എന്താ, കോമൺ ഇൻഡെക്സിന്റെ അണ്ടറിൽ മൾട്ടിപ്പിൾ ടാഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പൊ 6 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. നമ്മൾ മുമ്പത്തെ എക്സാമ്പിളിലേക്ക് പോവാം. 6 എന്ന് പറയുന്ന റോൾ നമ്പറിൽ BCA 1 ഉണ്ട്, BCA 2 ഉണ്ട്, BCA 3 ഉണ്ട്, അപ് ടു 6 വരെ ഉണ്ട്. പക്ഷെ ഇവിടെ ഏതേ പറ്റുള്ളൂ, ഏതേലും ഒന്നേ പറ്റുള്ളൂ. അപ്പൊ എന്ത് പറ്റും, ഫ്ലെക്സിബിലിറ്റി കുറയും. അതേസമയം ഇത് തിരിച്ചാക്കുവാണെങ്കിലോ, BCA 1 എന്ന് കൊടുത്തു 6 ആണ് കേട്ടോ, BCA 2 എന്ന് കൊടുത്തു 6 ആണ്. അപ്പൊ 6 എന്ത് ചെയ്താൽ മതി, ഒരു പ്രാവശ്യം സ്റ്റോർ ചെയ്താൽ മതി. ഇതാണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. എന്താ ഇവിടെ ഫിഗർ കാണിക്കുന്നുണ്ട്, അതാ ഉണ്ടോ, 000 01 അതിന്റെ കറസ്പോണ്ടിങ് ഡേറ്റ ഇത്, 00002 അതിന്റെ കറസ്പോണ്ടിങ് ഡേറ്റ ഇത്. ഇനി വേണേ ഇവിടെ ഒന്നുകൂടെ വരയ്ക്കാം. ഇതിപ്പോ 2 സെറ്റ് വെച്ചിട്ട് ഉള്ളതേ ഉള്ളൂ. ഇതിന് ഭയങ്കര പാടാട്ടോ ഇത് തിരിച്ച് മാപ്പ് ചെയ്യാനായിട്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈൻ ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര പാടാണ്ടോ. 03 കണ്ടോ, 77702ന്റെ വാല്യൂ ഇത്, 77700യുടെ വാല്യൂ ഇത്, 03 വേണമെങ്കിൽ ഇങ്ങനെ സേവ് ചെയ്യാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ഇൻഡെക്സ് കോമണും ടാഗ് മൾട്ടിപ്പിളും വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളുടെ കേസിൽ ഞാൻ പറഞ്ഞത് റോൾ നമ്പർ 6 ആയിരുന്നു, ടാഗ് വരുന്നത് BCAയുടെ ഡിഫറെന്റ് സെമ്മുകളായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ 1 തൊട്ട് 20 വരെ സ്റ്റുഡൻസ് ഉണ്ട് എങ്കിൽ ഇത് മാത്രമാണ് കോമൺ. ടാഗ് വരുന്നത് 6 സെമ്മിന് 20 കുട്ടികൾ വെച്ച്. അപ്പൊ ഇത് കോമൺ ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. ഏത് സെമ്മാന്നുള്ളത് ഡിഫറെന്റ് ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. അവരുടെ കറസ്പോണ്ടിങ് മാർക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയത്. അത് തന്നെ ഇതാ ഇവിടെ വരച്ചിട്ടുണ്ട് ഇവര്. N-K ബിറ്റ്സ്. ഇത് ഈ N-K എന്ന് കണ്ടോണ്ട് പേടിക്കണ്ട. N എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ സൈസും, K ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ ഡിവൈഡ് ചെയ്ത് നമ്മളുടെ ക്യാഷിലേക്ക് മാറ്റുന്നതിന്റെ സൈസുമാണ്. ഇതാ സെയിം കാൽക്കുലേഷൻ ആണ് കേട്ടോ. മുമ്പേ തൊട്ട് മേളിൽ ചെയ്ത പോലെ തന്നെ 12 ബിറ്റ്സ് വന്നു. സെറ്റ് അസോസിയേറ്റീവ് അതിലാണെങ്കിൽ the major disadvantage of direct mapping is that the location of the cache line onto which a memory block is going to be mapped is fixed. അത് ഫിക്സ്ഡ് ആവുക എന്നുള്ളതാണ്, which results in poor hit ratio and unused cache locations. ഇവിടെ ടാഗ് ഫീൽഡിന്റെ വ്യത്യാസമൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്ര ഒന്നും വായിച്ച് നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവണ്ട. ഈ ബുക്കാണ് കുറച്ചുകൂടി എളുപ്പം.
അല്ലെങ്കിൽ ഇതിന്റെ കറക്റ്റ് ബുക്ക് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. മോറിസ് മാനോ, മോറിസ് മാനോയുടെ ബുക്ക് എടുത്തു. ഇതിപ്പോ നമ്മൾ മുമ്പേ പറഞ്ഞ സെയിം കേസാണ് അവരുണ്ടോ. ഈ ഫുള്ള് ബ്ലോക്ക് അഡ്രസ് 0 വരുന്നതിൽ വേഡ് അഡ്രസ് 0, 1, 2, 3 ഉണ്ടോ. 1 വരുന്നതിന്റെ അകത്തും 0, 1, 2, 3, 2 വരുന്നതിന്റെ അകത്തും 0, 1, 2, 3 ഇങ്ങനെയാ വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 0, 1, 2, 3 എന്താ കോമണാ. അങ്ങനെയാണെങ്കിൽ അതെടുത്താ പോരെ. 0, 0, 0, 0, 1, 0, 2, 1, 0, 1, 1 ഇത് കോമണാ. പിന്നെ വരുന്നത് ബ്ലോക്ക് അഡ്രസ്സേ ഉള്ളൂ. ആ ബ്ലോക്ക് അഡ്രസ് ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. അതാണ് ഇതാ ഈ ഫിഗറിൽ ഇവിടെ തന്നെ. ഇതാന്ന് തോന്നുന്നു കുറച്ചുകൂടെ ഈസി. ഇത് പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരു മാപ്പിംഗ് ചോദിക്കും കേട്ടോ. റൈറ്റ് പോളിസി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് റൈറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ മെനി പ്രോസസ്സസ് റീഡ് ആൻഡ് റൈറ്റ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അതായത് റൈറ്റ് ത്രൂ ക്യാഷ് ആൻഡ് റൈറ്റ് ബാക്ക്. ദാദാ ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. പാരലൽ അപ്ഡേഷൻ, 1 to 1 അപ്ഡേഷൻ ആണോ നല്ലത്, അല്ലാതെ ചെയ്യുന്ന ഈ നമ്മൾ എപ്പോഴും ക്യാഷ് മെമ്മറിയിൽ ഇരിക്കുമ്പോൾ ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന ചേഞ്ചസ് എല്ലാം ആ ഡേറ്റയെ അഫക്റ്റ് ചെയ്യും. അപ്പം അതാണോ നല്ലത്, അതോ അവസാനം ഒരു സെഷൻ എൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ നമ്മൾ ഡേർട്ടി ബിറ്റ് അല്ലെ അപ്ഡേറ്റ് ബിറ്റ് കണ്ടോ, അപ്ഡേറ്റ് ബിറ്റ് ആഡ് ചെയ്യും. അപ്പൊ ഈ അപ്ഡേറ്റ് ബിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ ഡേറ്റ ചേഞ്ച് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ അത് നോക്കിയിട്ട് റൈറ്റ് ബാക്ക് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ പ്രോസസ് ഈസി ആയിരിക്കും. ആണ് രണ്ട് മെക്കാനിസം. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. 2 algorithms to അപ്ഡേറ്റ് ദ ക്യാഷ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ക്യാഷ് റീപ്ലേസ്മെന്റ് പോളിസി ഇമ്പോർട്ടൻ്റ് ആണ്. ഹിറ്റ് റേഷ്യോ എന്താന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിക്കണം. പിന്നെ മെമ്മറി ഇന്റർലീവിങ്, ഇന്ന് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്ന ഒരു ടെക്നിക്കാണ് മെമ്മറി ഇന്റർലീവിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സാധാരണഗതിയിൽ ഒരു മെമ്മറി യൂസ് ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മൾ മെമ്മറി റീഡ് ചെയ്തെടുക്കുമ്പോൾ ഇതൊക്കെ ആദ്യം പഠിച്ചു പോകേണ്ടതായിരുന്നു. നിങ്ങളുടെ ബുക്കിലൊന്നും ഞാൻ കണ്ടില്ല. ഇതൊക്കെ അടുത്ത ബ്ലോക്കിൽ വല്ലതും ആയിരിക്കും കയറി വെച്ചേക്കുന്നത്. നമ്മൾ 2 രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. MAR മെമ്മറി അഡ്രസ് രജിസ്റ്റർ, MBR മെമ്മറി ബഫർ രജിസ്റ്ററും, അല്ലെങ്കിൽ ഡേറ്റ രജിസ്റ്റർ എന്നും പറയും. മെമ്മറി ഡേറ്റ രജിസ്റ്റർ. നമ്മൾ മെമ്മറിയിൽ നിന്ന് ഒരു ഡേറ്റ റീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഏത് ലൊക്കേഷനിലാണെന്ന് അറിയണം. ആ അഡ്രസ്സ് പ്ലേസ് ചെയ്യുന്നത് ഈ മെമ്മറി അഡ്രസ് രജിസ്റ്ററിലും. അങ്ങനെ അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഫെച്ച് ചെയ്യുന്ന ഡേറ്റ, മെമ്മറിയിൽ നിന്ന് എടുത്തോണ്ട് വരുന്ന റീഡ് ചെയ്തെടുക്കുന്ന ഡേറ്റ വെക്കുന്നത് മെമ്മറി ബഫർ രജിസ്റ്ററിലുമാണ്. ഇത് റീഡ് ചെയ്യുന്ന കാര്യം. ഇനി റൈറ്റ് ചെയ്യണമെങ്കിലോ എവിടെ കൊണ്ടുപോയി റൈറ്റ് ചെയ്യണം അല്ലെ, ഏത് ലൊക്കേഷനിൽ റൈറ്റ് ചെയ്യണം എന്നറിയണം. അപ്പൊ ആ ഡേറ്റയുണ്ട്. പിന്നെ എന്ത് ഡേറ്റ റൈറ്റ് ചെയ്യണം അത് വേണ്ടത് MDRലാണ്. അപ്പൊ അത് മെമ്മറി ഡേറ്റ രജിസ്റ്ററിലാണ് വെക്കുന്നത്.
അപ്പോൾ ഇങ്ങനെ 2 രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മളുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ സാധാരണഗതിയിൽ ഒരു മെമ്മറി മൊഡ്യൂളിന് ഒരു MDR-ഉം ഒരു MBR-ഉം വെക്കാറുള്ളൂ. ശരി, ഒരു MAR-ഉം ഒരു MBR-ഉം വെക്കും. പക്ഷേ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സിസ്റ്റത്തിലും നമ്മൾ കോറുകളായിട്ടാണ് അല്ലെ, ഡ്യുവൽ കോർ, ഒക്ടാ കോർ എന്നൊക്കെ പറയും. അതായത് അവിടെ ഈ പ്രോസസ്സിംഗ് ഇലമെന്റ്സ് നമ്മുടെ CPU-നെ പല കോറുകളായിട്ട് ഡിവൈഡ് ചെയ്ത് പാരലലി പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പ്രോസസ്സിംഗ് നടക്കുന്നത്. അപ്പം നമ്മൾ അവിടെ ഒരു കാര്യം കൂടെ ചെയ്യും. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ടോട്ടൽ ഇരിക്കുന്ന മെമ്മറിയെ ലോജിക്കലി ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ കോറിനും അസൈൻ ചെയ്യും. അപ്പോൾ ഒരു കുഴപ്പമുണ്ട്, 4 പ്രോസസ്സിംഗ് ഇലമെന്റ് അവിടെ ഉണ്ട്. ഒരു MAR-ഉം ഒരു MBR-ഉം ഉണ്ടെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഗുണവും ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 4 മൊഡ്യൂളുകളായിട്ടാണ് മെമ്മറിയെ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ 4 MAR-ഉം 4 MBR-ഉം അവിടെ യൂസ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് മെമ്മറി ഇന്റർലീവ്. കഷ്ടമായി പോയി കേട്ടോ, അതിന്റെ ഫിഗറും അവരെടുത്ത് കാണുന്നല്ലോ. സിമ്പിൾ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റ് പോയേക്കുന്നത്. ഇതേ, ഇതാണ് സംഭവം. ഉണ്ടോ, മെമ്മറി ഇന്റർലീവ്. പുതിയ പുസ്തകം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഒക്കെയാണ്, പക്ഷെ ഫിഗർ ഒക്കെ കുറച്ചുകൂടെ ഞാനിത് പഠിപ്പിച്ച് ശീലിച്ചോണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ മെയിൻ മെമ്മറി സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ടോട്ടൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇത് CPU ഉണ്ട്, ടോട്ടൽ CPU ഉണ്ട്. ആ CPU-വിന് പല പ്രോസസ്സിംഗ് ഇലമെന്റ്സ് ഉള്ളത് കൊണ്ട് പല ഇൻസ്ട്രക്ഷൻ രജിസ്റ്റേഴ്സ് അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പോലും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങളുടെ പുസ്തകം കൊണ്ടാണ് കേട്ടോ, എന്നോടൊന്നും തോന്നരുത്. ഈ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഒക്കെ പറഞ്ഞിട്ടാണ് നിങ്ങളുടെ പഴയ ബുക്കില് കാര്യങ്ങൾ കയറി വന്നത്. ഇതിനകത്ത് തിരിച്ചു കയറി വന്നു, അതുകൊണ്ടാണ്. അപ്പം ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്റർ, അത്ര ഓർത്താൽ മതി. അപ്പോൾ ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ആ ഇൻസ്ട്രക്ഷൻ ആവശ്യമായ ഡേറ്റ ആക്സസ് ചെയ്യാനും തിരിച്ചു കൊണ്ട് വെക്കാനും അല്ലെ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ മൊഡ്യൂൾ 1-നെ ആക്സസ് ചെയ്യും. MBR അതിലെ ഡേറ്റ ട്രാൻസ്ഫറിനെ സഹായിക്കും. അതുപോലെ M2, M3, M4. അപ്പൊ ടോട്ടൽ ആക്ച്വലി പറഞ്ഞാൽ നമുക്ക് ഒരു ഒറ്റ ബ്ലോക്ക് മെമ്മറി ഉള്ളൂ. പക്ഷെ നമ്മൾ അതിനെ ലോജിക്കലി ഡിവൈഡ് ചെയ്ത് പല ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ വെച്ചിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡേറ്റയെ പ്രോസസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് MAR-ഉം MBR-ഉം യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടെക്നിക്കിന് പറയുന്ന പേരാണ് the main memory is divided into n equal size modules and the CPU has separate memory address register and base register for each memory module. In addition, the CPU has n instruction register and memory access. So the n instruction registers can work in tandem with the n MAR and MBR. That's why the productivity of the CPU increases. This kind of structure is known as memory interleaving. പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും. അതൊക്കെ തന്നെയാണ് ഇവിടെ ഇവരും പറഞ്ഞേക്കുന്നത്. The memory interleaving is a technique. The main memory is partitioned into n number of equal sized modules called memory banks and the technique called n-way memory interleaving. ആ വേർഡൊക്കെ ഒന്ന് ഓർക്കണേ, വെറുതെ മെമ്മറി ഇന്റർലീവിംഗ് എന്ന് പറയും. പരീക്ഷയ്ക്ക് അവർ ചിലപ്പോൾ ചോദിക്കുന്നത് n-way memory interleaving. നമ്മൾ ശരിക്കും കണ്ടതാണ്, പക്ഷെ അപ്പൊ നമുക്കത് ഓർക്കാനുള്ളൊരു ബുദ്ധി പോവില്ല. എന്താ വേർഡൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. ഷോർട്ട് ഫോമും അതിന്റെ എക്സ്പാൻഡഡ് ഫോമും എവിടെ കണ്ടാലും പഠിച്ചു വെച്ചോണം. കാരണം അവർ ചിലപ്പോൾ ഷോർട്ട് ഫോം ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെ അവർ എക്സ്പാൻഡഡ് ഫോം ആയിരിക്കും ചോദിക്കുന്നത്. ഇപ്പൊ റീഡ് ഒൺലി മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല, പക്ഷെ റോം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം. അവര് റീഡ് ഒൺലി മെമ്മറി എന്ന് ചോദിച്ചാൽ നമ്മൾ ചിലപ്പോൾ എഴുതണം എന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, ഇതാ അതേ നോട്ട് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് അതിന്റെ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത്. അഡ്രസ് മാപ്പിംഗ് ഒന്നും പഠിക്കണ്ട, പക്ഷെ മെമ്മറി ഇന്റർലീവിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നന്നായിട്ട് പഠിക്കണം. ഇനിയിപ്പോ ഉള്ളത് അസോസിയേറ്റീവ് ആണ്, അത് അടുത്ത ദിവസം എടുത്തു തരാം. ഓക്കെ.